Hello everyone, welcome to O3 Maths. It's me, Nabil. മെട്രിക്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ മെട്രിക്സ് എന്താണെന്നുള്ളത് പരിചയപ്പെട്ടു. എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ നമ്മൾ എഴുതുക, അതിൻ്റെ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ എന്നുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ മെട്രിക്സിൻ്റെ ഏറ്റവും കോർ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ടൈപ്പാണ്. ഒന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഒന്ന് നോർമൽ രണ്ട് മെട്രിക്സിൻ്റെ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാർട്ടാണ്. ഏതായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് മെട്രിക്സ് എന്നുള്ളത് പരിചയപ്പെട്ടു അല്ലേ. മെട്രിക്സിൻ്റെ ആ ഒരു ഫോർമേഷൻ, അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ അതിൻ്റെ ഒരു മെയിൻ ബേസായ ഓർഡർ ഓഫ് എ മെട്രിക്സ് അല്ലേ. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണ്, എങ്ങനെയാണ് ഓർഡർ ഓഫ് മെട്രിക്സ് എഴുതുക, ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്, രണ്ട് മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത്, അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി മെട്രിക്സിൽ നമുക്ക് കുറച്ച് ഓൾജിബ്രിക് ഓപ്പറേഷൻസ്, അതായത് രണ്ട് മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയോ, സബ്ട്രാക്ട് ചെയ്യാൻ കഴിയോ, അതിനെന്തെങ്കിലും റൂൾസ് ഉണ്ടോ, ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് എങ്ങനെയാണ് അതിൻ്റെ റൂൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഈ ഒരു 3.2 ടോപ്പിക്കിൽ വരുന്നത് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ്. സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ്. നമ്മൾ മെട്രിക്സ് എന്നുള്ളത് പുതിയൊരു ടോപ്പിക്കാണ് അല്ലേ, മാത്സിലെ പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമുക്ക് നോക്കാം. ഈ മെട്രിക്സ് അഡീഷനും സബ്ട്രാക്ഷനും ഒരേ റൂളാണ്. ഒരേ ഒരു റൂൾ മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആയിരിക്കണം. ഓക്കെ, രണ്ട് മെട്രിക്സിനെ സബ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും ആ രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആയിരിക്കണം. ഡിഫറെൻ്റ് ഓർഡേഴ്സ് ഉള്ള മെട്രിക്സിനെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഇമ്പോസിബിൾ, കഴിയില്ല. ഓക്കെ, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റൻസ് എഴുതാം. വി ക്യാൻ ആഡ് ഓർ സബ്ട്രാക്ട് മെട്രിസസ് only if they are of the same order. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാലോ, ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ ഒരു 2/2 ഓർഡറുള്ള മെട്രിക്സ് ഉണ്ട്. നമുക്കറിയാം 2/2 ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു 1 2 3 4 രണ്ട് കോളോ രണ്ട് റോ ഉള്ള മെട്രിക്സ് ആണ് എ എന്നുള്ളത് 2/2 ഓർഡറുള്ള മെട്രിക്സ് അല്ലേ, 2/2 ഓർഡർ ആണ്. ഇനി ബി എന്നുള്ള വേറൊരു മെട്രിക്സ് ഉണ്ട്, അതും 2/2 ഓർഡർ ആണ്. അതിൽ 3 4 5 6 രണ്ട് റോ രണ്ട് കോളം ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് മെട്രിക്സ് അഡീഷൻ ഇവിടെ പോസിബിൾ ആണ്. കാരണം എന്താ, രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് എ പ്ലസ് ബി എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അത് എ എന്താന്നുള്ളത് എഴുതുക. 1 2 3 4 ആണ് എ എന്നുള്ള മെട്രിക്സ്, പ്ലസ് ബി എന്നുള്ള മെട്രിക്സ് 3 4 5 6 ആണ് അല്ലേ. അപ്പോൾ സെയിം ഓർഡറിലുള്ള മെട്രിക്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിലുള്ള എലമെൻറ്റും കറസ്പോണ്ടിങ് സെക്കൻഡ് മെട്രിക്സിലുള്ള അതേ പ്ലേസിലുള്ള എലമെൻറ്റും തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ 1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് സെക്കൻഡ് മെട്രിക്സിൽ ആരാണ് വരുന്നത്, 3 ആണ് വരുന്നത്. അപ്പോൾ 1 + 3 ആണ് ഫസ്റ്റ് എലമെൻറ്റ് വരിക. ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് വരെ 2 + 4 ആണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് വരെ 3 + 5 ആണ്. സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് വരെ 4 + 6 ആണ്. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമുക്ക് കിട്ടുന്ന മെട്രിക്സ് പറഞ്ഞാൽ 4 ആണ് ഫസ്റ്റ് എലമെൻറ്റ്, 2 + 4 6 ആണ്, 8 ആണ്, 10 ആണ്. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി എന്നുള്ള മെട്രിക്സിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് അഡീഷൻ ചെയ്യുക. ഇനി സബ്ട്രാക്ഷൻ ചെയ്യാനാണെങ്കിലും ഇതേ റൂൾ തന്നെയാണ് നമുക്കിവിടെ ഉപയോഗിക്കാനുള്ളത്. എന്ത്, സെയിം ഓർഡറിലുള്ള മെട്രിക്സിനെ തമ്മിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്ട്രാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ കയ്യിൽ പി എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. ഓക്കെ, പി എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. ഇതിൽ എലമെൻറ്റ് വരുന്നത് 7
8 9 ആണ്. ഓക്കെ, ഇത് ഏത് ഓർഡറുള്ള മെട്രിക്സ് ആണെന്ന് പറയാൻ കഴിയുമോ? ഇതിന് ഈ ഒരു മെട്രിക്സിന് പി എന്നുള്ളൊരു മെട്രിക്സിന് 3 റോ ഒരു കോളം ഉണ്ട് അല്ലേ, 3/1 ഓർഡറുള്ള മെട്രിക്സ് ആണ് അല്ലേ, 3/1 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഇനി ക്യൂ എന്നുള്ള വേറൊരു മെട്രിക്സ് ഉണ്ട്, അതിൽ 1 2 3, ഇതും എന്ത് തന്നെയാണ്, 3/1 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഞാൻ പി മൈനസ് ക്യൂവിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചത്, പി മൈനസ് ക്യൂവിന്റെ മെട്രിക്സ് ആണ് നമ്മളോട് ചോദിച്ചത്. എന്താ പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ, പി മൈനസ് ക്യൂ നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും മെട്രിക്സ് തന്നെയാണ് ഔട്ട്പുട്ട് വരിക അല്ലേ. അപ്പോൾ ഈ അഡീഷൻ സബ്ട്രാക്ഷനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, ഇവിടെ അഡീഷൻ മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്താലും സപ്പറേറ്റ് ചെയ്താലും ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, ഒരു മെട്രിക്സ് തന്നെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്താ വരിക, 7 - 1 വരും. സെക്കൻഡ് എലമെന്റ് എന്താ വരിക, സെക്കൻഡ് റോ അല്ലെങ്കിൽ സെക്കൻഡ് എലമെന്റ് 8 - 2 എന്ന് വരും അല്ലേ. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യല്ലേ ചെയ്യാം, 9 - 3 വരും തേർഡ് എലമെന്റ്. ഈക്വൽ ടു ഫൈനൽ ആൻസർ എങ്ങനെ വരും, 7 - 1 എന്ന് പറഞ്ഞാൽ 6 ആണ്, 8 - 2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 9 - 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതേ ഓർഡറുള്ള ഒരു മെട്രിക്സ് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ മെട്രിക്സ് ഓപ്പറേഷൻസിലെ ഫസ്റ്റ് ഓപ്പറേഷനായ അഡിഷൻ ആൻഡ് സെക്കൻഡ് ഓപ്പറേഷൻ സബ്ട്രാക്ഷനിലുള്ള റൂളും അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രൊസീജിയറും. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 6 രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു ഒരു 2/3 ഓർഡറുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 2 റോയും 3 കോളും ഉള്ള. ബി എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതും എന്ത് തന്നെയാണ്, 2/3 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, A+B ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ A+Bനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് എലമെന്റ്. ഇപ്പൊ രണ്ട് മെട്രിക്സിന്റെയും എലമെന്റ്സ് എന്താണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാ, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് അതിന്റെ സമ്മേഷൻ എന്താന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ A+B ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഫസ്റ്റ് √3 പ്ലസ് കറസ്പോണ്ടിങ് എലമെന്റ് വരുന്നത് 2 ആണ്, സെക്കൻഡ് എലമെന്റ് 1 ആണ്, 1 പ്ലസ് കറസ്പോണ്ടിങ് എലമെന്റ് 5 ആണ്. ഫസ്റ്റ് റോയില് തേർഡ് എലമെന്റ് വരുന്നത് -1 + 1 ആണ്. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് റോ എങ്ങനെ ഫോം ചെയ്ത് വരും, 2 + -2 എന്ന് വരും. ഓക്കെ, സെക്കൻഡ് എലമെന്റ് 3 + 3 എന്ന് വരും, 0 + 1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ A+B എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, √3 + 2നെ √3 + 2 ആക്കിയിട്ട് തന്നെ എഴുതാം, √3 + 2 ആക്കിയിട്ട് തന്നെ എഴുതാം. 1 + √5നെ അതേപോലെ തന്നെ 1 + √5 ആക്കിയിട്ട് തന്നെ എഴുതാം. -1 + 1 എന്ന് പറഞ്ഞാൽ എന്താ, 0 വരും. 2 - 2 എന്ന് പറഞ്ഞാൽ എന്താ, 0 വരും. 3 + 3 എന്ന് പറഞ്ഞാൽ എന്താ, 6 വരും അല്ലേ. 0 + 1/2 പറഞ്ഞാൽ 1/2 വരും. അപ്പോൾ ഇതാണ് A+B എന്നുള്ള മെട്രിക്സ് ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ രണ്ട് മെട്രിക്സിന്റെ അഡീഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താവണം, ആർ ഇൻ സെയിം ഓർഡറിൽ, അത് രണ്ട് സെയിം ഓർഡറിൽ ആകുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത മെട്രിക്സിന്റെ ഓപ്പറേഷൻ ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്പേഴ്സ് പഠിച്ചു അല്ലേ. നമ്പേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ചെറിയ ക്ലാസ്സിലെ നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞു, പിന്നെ അതിലെ ഓപ്പറേഷൻസ് പ്ലസ് പഠിച്ചു, എങ്ങനെ രണ്ട് നമ്പേഴ്സ് പ്ലസ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അപ്പോഴാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പരിചയപ്പെട്ടു അല്ലേ. അന്ന് മുതൽ മാത്സിനോട് ചെറിയൊരു ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ടാവും പല ആളുകൾക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പുതിയൊരു മെട്രിക്സ്, ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചു. കോംപ്ലക്സ് നമ്പറും ആ ചാപ്റ്ററും ഇതേ ഓർഡറിലാണ് വരുന്നത്. എങ്ങനെ, ആദ്യം കോംപ്ലക്സ് നമ്പറിന്റെ ഓപ്പറേഷൻസ്, അതിന്റെ ഫോം എങ്ങനെയാണ് വരുന്നത് അല്ലേ, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്യില്ല എങ്ങനെ, സബ്ട്രാക്ട് ചെയ്യില്ല എങ്ങനെ, മൾട്ടിപ്ലൈ ചെയ്യില്ല എങ്ങനെ, അതിന്റെ കോൺജുഗേറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ മെട്രിക്സിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും മറ്റൊന്ന് നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും. എന്താണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷന് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എങ്ങനെ വരും, 2 ഇൻറ്റു ഒരു a എന്നുള്ള ഒരു മെട്രിക്സ്. ഓക്കെ,
2 ഇൻറ്റു എ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഈ 2നെ എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ചാപ്റ്ററിന് കണക്ട് ചെയ്ത് വരുന്ന ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക് എന്നാണ് കേട്ടോ. ഇനി നോർമൽ മൾട്ടിപ്ലിക്കേഷൻ, സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ എക്സാമ്പിൾ ചെയ്താൽ, അവിടെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾ എന്താണെന്നുള്ളത്, അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ. ഒന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും മറ്റൊന്ന് നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും. ആദ്യം നമുക്ക് എന്താണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ഹെഡിങ് എഴുതുക, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ എഴുതാം, ദി പ്രോഡക്റ്റ് ഓഫ് എ റിയൽ നമ്പർ. ഓക്കെ, ഈ റിയൽ നമ്പറിനെയാണ് നമ്മളിവിടെ സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദി പ്രോഡക്റ്റ് ഓഫ് എ റിയൽ നമ്പർ ആൻഡ് എ മെട്രിക്സ്. ഒരു റിയൽ നമ്പറും ഒരു മെട്രിക്സും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനെയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതാം. ഇവിടെ എ എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 4 5 6 ആണ്, 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. ഇനി നമുക്കതിനെ 3a എന്നുള്ളൊരു ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ കാണാം, 3a എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എ എന്നുള്ള മെട്രിക്സ്, 3 4 5 6. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ നമുക്ക് എങ്ങനെ, ഈ 3 എന്നുള്ള ആളെ ആ മെട്രിക്സിനകത്തുള്ള ഓരോ എലമെൻറ്റുമായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം എന്ത് വരും, 3a ഈക്വൽ ടു 3 ഇൻറ്റു 3 3 ഇൻറ്റു 4 3 ഇൻറ്റു 4 3 ഇൻറ്റു 5 വരും ആൻഡ് 3 ഇൻറ്റു 6 വരും. ഓക്കെ, എന്ത് വരും, ആൻസർ എന്ത് വരും, മെട്രിക്സ് 9 12 15 18 അല്ലേ. ഇതാണ് ഈ ഒരു മെട്രിക്സിൻ്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ഒരു റിയൽ നമ്പർ, അത് പ്ലസ് ആവാം മൈനസ് ആവാം, ആ റിയൽ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു മെട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ എലിമെൻറ്റ് ആ മെട്രിക്സിൻ്റെ ഉള്ളിൽ, അത് ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ആവട്ടെ, ആ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ മെട്രിക്സിനകത്തുള്ള ഓരോ എലിമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് മെട്രിക്സിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയെങ്കിൽ ഈ എ എന്നുള്ള മെട്രിക്സ് 3 4 5 6 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, -1 ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ, -1 വെച്ച് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യണത്, -1 ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരിക, എല്ലാ പ്ലസ് ഉള്ള ആൾക്കാരായിട്ടും -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, -1 ഇൻറ്റു 3 -1 ഇൻറ്റു 3 -1 ഇൻറ്റു 4 -1 ഇൻറ്റു 5 -1 ഇൻറ്റു 6 എന്ത് വരും, ആൻസർ എന്ത് വരും, -1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താ, -3 ആണ്. -1 ഇൻറ്റു 4 പറഞ്ഞാൽ എന്താ, -4 ആണ്. -1 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ -5 ആണ്. -1 ഇൻറ്റു 6 പറഞ്ഞാൽ -6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്നുള്ളൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി, ആ എ എന്നുള്ള മെട്രിക്സിനകത്തുള്ള എല്ലാ എലിമെന്റ്സിന്റെയും ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി അല്ലേ. ഇവിടെ എല്ലാവരും പ്ലസ് ആയതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ മൈനസ് ആയിട്ട് വന്നത്. ഇനി ഏതെങ്കിലും ടേമിന് മൈനസ് ഉണ്ടെങ്കിലോ, അപ്പോൾ ഔട്ട്പുട്ടിൽ കറസ്പോണ്ടിങ് എന്തായിട്ട് വരും, പ്ലസ് ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒന്നാമത്തെ ടൈപ്പ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തെടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 7.
എന്താണെന്നുള്ള ഈ എ എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്താ വരുന്നത്? 2/3 ആണ് അല്ലേ? 2/3 ആണ്. ബി എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ബിന്റെ ഓർഡർ എന്താ തന്നെയാണ്? 2/3 തന്നെ. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? 2a - b ആണ് നമുക്കിവിടെ കാണേണ്ടത്. എ എന്നുള്ള മെട്രിക്സ്, ബി എന്നുള്ള മെട്രിക്സ്, അതുപോലെ തന്നെ 2a എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച മെട്രിക്സ് സബ്ട്രാക്ഷനും അതുപോലെ തന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാണ്. 2a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? 2 ആദ്യം എഴുതി. എ എന്നുള്ളിടത്ത് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ? 1 2 3 2 3 1. ഓക്കെ, മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 - 1 3 -1 0 2. ഓക്കെ, ഇനി എന്താണ് 2 ഇൻറ്റു എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ 2 എന്നുള്ള ആളെ വെച്ചിട്ട് ആ മെട്രിക്സിനകത്തുള്ള ഓരോ ആളുകളുമായിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 വരും. 2 ഇൻറ്റു 2 4 വരും. 2 ഇൻറ്റു 3 6 വരും. 2 ഇൻറ്റു 2 4 വരും. 2 ഇൻറ്റു 3 6 വരും. ആൻഡ് 2 ഇൻറ്റു 1 2 വരും. മൈനസ് എന്താണ് വരിക? ഈ മെട്രിക്സിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ? -1 0 2. ഇനി ഈ ഒരു മെട്രിക്സിന് രണ്ടാമത്തെ ബി എന്നുള്ള മെട്രിക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ വരിക? ഫസ്റ്റ് എലിമെന്റ് 2 - 3 വരും. ഇവിടെ 4 -1 എന്നുള്ളത് 4 + 1 ആവും. രണ്ടാമത്തെ ആൾ 4 - 1 ആവും. ഇവിടെ 6 - 0 ആവും. ഇനി തേർഡ് എലിമെന്റ് 6 - 3 ആവും. 2 - 2 ആവും. എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് മെട്രിക്സ് വരിക? 2 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ് അല്ലേ? -1. 4 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 -1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? 4 + 1 വരും അല്ലേ? അപ്പൊ 5 വരും. ഇനി 3 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 - 3 എന്താണ്? ഇവിടെ 6 - 3 ആണ് അല്ലേ? 6 - 3 എന്ന് പറഞ്ഞാൽ ആരാണ്? 3 ആണ്. 4 + 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 6 - 0 പറഞ്ഞാൽ 6 തന്നെ. 2 - 2 പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇതാണ് നമ്മളെ 2a - b എന്നുള്ളതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്കിവിടെ ഒരു എ എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്താ? 3 റോസ് ഉണ്ട്, 2 കോളം ഉണ്ട് അല്ലേ? 3/2 ആണ്. ബി എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 3 റോസ് ഉണ്ട്, 2 കോളം ഉണ്ട്, അതും എന്ത് തന്നെയാണ്? 3/2 ആണ്. ദെൻ ഫൈൻഡ് ദി മെട്രിക്സ് എക്സ്. എക്സ് എന്നുള്ളൊരു മെട്രിക്സ് കാണണം. എവിടുന്ന്? ഈ ഒരു എക്സ്പ്രഷന് 2a + 3x = 5b എന്നുള്ളൊരു എക്സ്പ്രഷന് നമ്മളെ എക്സ് എന്നുള്ള മെട്രിക്സ് എന്താ എന്നുള്ളത്, എക്സ് എന്നുള്ളൊരു മെട്രിക്സ് ആണ്, അത് എന്താന്നുള്ളത് കാണണം. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം നമ്മളെ എക്സ്പ്രഷൻ എന്താന്നുള്ളത് എഴുതുക. 2a + 3x = 5b. 2a എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു മെട്രിക്സ് ആണ് അല്ലേ? ഏതായിരുന്നു? 3/2 മെട്രിക്സ് ആണ്. 8 0 4 - 2 3x എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 6 ആണ്. ഇനി എന്താ വരുന്നത്? പ്ലസ് 3x ഞാൻ അതേപോലെ തന്നെ എഴുതി. കണ്ടുപിടിക്കാനുള്ള ആളല്ല, നമുക്ക് ലാസ്റ്റിക്ക് നോക്കാം എന്താ വരാൻ പറ്റിയ, എന്താ ചെയ്യാൻ കഴിയാന്നുള്ളത്. 5b എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 2 - 2 4 2 ആണ്. -5 1 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു മെട്രിക്സ് എങ്ങനെ ആവും? 2 എല്ലാ എലിമെന്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 ആവും, 0 ആവും, 8 ആവും, -4 ആവും, 6 ആവും, 12 ആവും. പ്ലസ് 3x = 5 എല്ലാ എലിമെന്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 വരും, -10 വരും, 20 വരും, 10 വരും, -25 വരും, 5 വരും. ഓക്കെ, ഇനി ഇത് ഈ ഒരു എക്സ്പ്രഷന് 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എ എന്നുള്ള മെട്രിക്സിനെ ഞാൻ ഈക്വൽ അപ്പുറം കൊണ്ടുപോകാം. നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റിനെ രണ്ട് സൈഡിൽ ഈക്വൽ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഒക്കെ ചെയ്യാമല്ലോ. അതേപോലെ തന്നെ, പക്ഷെ ഇവിടെ സൈന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ടോട്ടൽ ഒരു മൈനസ് വരും എന്നുള്ളത് മെട്രിക്സിന്റെ മുന്നിൽ. മെട്രിക്സിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഓൾറെഡി ആരുണ്ട്? ഒരു 10 - 10 ഈ ഒരു മെട്രിക്സ് ഇവിടെ ഉണ്ട് അല്ലേ? 20 10 ആണ്, -25 5 ആണ്. ഓക്കെ,
ഇനി ഇത് മൈനസ് നമ്മൾ മറ്റേ ആളെ ഞാൻ എന്ത് ചെയ്തു പ്ലസ് മെട്രിക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് ആ മെട്രിക്സ് ആയി. അപ്പോൾ എന്താ വരിക 16 0 8 -4 6 12. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് മെട്രിക്സ് ഞാൻ ഇതിന് സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും, ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ്സ് രണ്ടും സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആണല്ലേ, രണ്ടും തന്നെയാണ് 3/2 ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഞാൻ അതിൽ കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ 10 - 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക, ഫസ്റ്റത്തെ എലമെന്റ് വരിക 10 മൈനസും കറസ്പോണ്ടിങ് അപ്പുറത്തെ സൈഡിലുള്ള മെട്രിക്സിലുള്ള എലമെന്റ് പറഞ്ഞാൽ 16 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് അങ്ങനെ എഴുതാം, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യാം. 10 - 16 വരും, -10 - 0 വരും, 20 - 8 വരും, 10 - -4 എന്ന് പറയുമ്പോൾ 10 + 4 വരും, -25 - 6 വരും, 5 - 12 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെട്രിക്സിനെ എങ്ങനെ എഴുതാം, ഈക്വൽ ടു 10 - 16 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 6 വരും അല്ലേ, -6 ആണ് ഫസ്റ്റ് ടേം വരിക. -10 - 0 പറഞ്ഞാൽ -10 ആണ് വരിക. 20 - 8 എന്ന് പറഞ്ഞാൽ 20 - 8 12 ആണ്. 10 + 4 എന്ന് പറഞ്ഞാൽ 14 ആണ്. ഓക്കെ, -25 26 എന്ന് പറഞ്ഞാൽ -31 ആണ്. 5 - 12 എന്ന് പറഞ്ഞാൽ -7 -7 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ 3x എന്നുള്ള മെട്രിക്സ് വരിക. അങ്ങനെയെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞ എക്സ് എന്നുള്ള മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 എന്നുള്ള ടേമിന് ഈക്വൽ ടുവിന് അപ്പുറം കൊണ്ടായ 1/3 എന്നാവും അല്ലേ, 1/3. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, 1/3 ഇൻറ്റു -6 -10 12 14 സിമിലർലി 31 -7. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ, ഓരോ എലമെന്റിൽ നിന്നും 1/3 മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ എലമെന്റിൽ നിന്നും 3നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ -6/3 എന്ന് വരും, -10/3 എന്ന് വരും, 12/3 എന്ന് വരും, 14/3 എന്ന് വരും, -31/3 എന്ന് വരും, -7/3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ x ഈക്വൽ ടു -6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, -6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, -2 വരും അല്ലേ. 10/3 നമുക്ക് എന്ത് ചെയ്താൽ -10/3 ആക്കിയിട്ട് തന്നെ എഴുതാം. 12/3 എന്ന് പറഞ്ഞാൽ 4 വരും. 14/3 നമുക്ക് 14/3 ആക്കിയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. -31/3 -31/3 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. -7/3 -7/3 ആക്കിയിട്ട് തന്നെ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിലുള്ള എക്സ് എന്നുള്ള ഹെൻസ് എക്സ് ഈക്വൽ ടു എന്ത് വരുന്നത്, ഒരു 3/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് തന്നെയാണ് നമുക്കിവിടെ ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്യട്ടോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 9, ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിവിടെ രണ്ട് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്, എക്സ് പ്ലസ് വൈ, ക്യാപിറ്റൽ വൈ ആണല്ലേ, ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5209 എന്ന് പറഞ്ഞ ഒരു 2/2 മെട്രിക്സ് ആണ്. അതേ എക്സും വൈയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 36 0 -1 പറഞ്ഞാൽ ഒരു 2/2 മെട്രിക്സ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന് എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ സാധാരണ അറിയാം, ലീനിയർ ഇക്വേഷൻസും മറ്റൊക്കെ ഇക്വേഷൻ ഫോമിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ട് ഇക്വേഷനും അൺനോൺ ടേംസിനെ കണ്ടുപിടിക്കാൻ അതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും, മൈനസ് ചെയ്യും, പ്ലസ് ചെയ്യും, ഏതെങ്കിലും കോമൺ ടേം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്താ, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എഴുതാണ് ആഡിങ്, ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് 2. അപ്പോൾ എന്താ വരിക, സോറി എക്സ് ക്യാപിറ്റലാണ്, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ആര് വരും, ഗിവൺ ഫസ്റ്റ് മെട്രിക്സ് ഏതാ 5209 വരും. അതുപോലെ തന്നെ പ്ലസ് ആര് വരും, 36 0 -1 എന്നുള്ള ആൾ വരും. ഓക്കെ,
ഇവിടെ വൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആര് വരും 2x ഈക്വൽ ടു ഇത് രണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക കറസ്പോണ്ടിങ് എലമെന്റ്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 5 പ്ലസ് 3 പറഞ്ഞാൽ 8 ആണ് 2 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 8 ആണ് 0 പ്ലസ് 0 0 ആണ് 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 2x ഈക്വൽ ടു നമുക്കൊരു 2/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് കിട്ടി. അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഈക്വൽ ടു 8/2 അല്ലേ. ഈ മെട്രിക്സിനകത്തുള്ള ഓരോ എലമെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക 2 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8/2 4 വരും, ഇവിടെ 4 വരും, 0 തന്നെയാണ്, ഇവിടെയും 4 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എന്നുള്ള ഒരു എലമെന്റ് എക്സ് എന്നുള്ള മെട്രിക്സ് 4404 ആണ് എങ്കിൽ നമുക്ക് വൈനെ എങ്ങനെ കാണാം? വൈനെ വളരെ സിമ്പിൾ ആയിട്ട് കാണാം അല്ലേ. നമ്മുടെ കയ്യിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എന്ത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഒരു 2/2 മെട്രിക്സ് ഉണ്ട്. എത്ര വരുന്നത് എക്സ് പ്ലസ് വൈ 5209 ആണ് അല്ലേ. എക്സ് പ്ലസ് വൈ വരുന്നത് 5209 ആണ്, 09 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എക്സിന്റെ വാല്യൂ എന്താണെന്നുള്ളത് അറിയാം. എക്സ് എന്താണ് 4404 ആണ് പ്ലസ് വൈ ഈക്വൽ ടു അവിടെ ഉള്ള മെട്രിക്സ് ഏതാണ് 5209 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് വൈൻ്റെ ടേം മാത്രം ഒരു എഴുതി കൂടെ ഈ ആളെന്ത് ചെയ്യുക ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു മൈനസ് വരും. അപ്പോൾ 5209 എന്നുള്ള മെട്രിക്സിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് ചാടിയ 4404 എന്നുള്ള മെട്രിക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് ആരുടെ മെട്രിക്സ് വൈ എന്നുള്ള ടേമിൻ്റെ മെട്രിക്സ്. അപ്പോൾ 5 - 4 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 - 2 4 പറഞ്ഞാൽ -2 ആണ്, 0 ആണ്, 9 - 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഇതാണ് 1 - 2 0 5 എന്നുള്ള 2/2 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണ് നമ്മളെ വൈൻ്റെ മെട്രിക്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് കാണണം അല്ലേ. ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ. അവിടെ നമുക്ക് മെട്രിക്സ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് 2 ഇൻറ്റു ഒരു 2/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് പ്ലസ് മറ്റൊരു മെട്രിക്സ് ഈക്വൽ ടു മറ്റൊരു മെട്രിക്സ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച 2-3 കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഒന്ന് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, മെട്രിക്സ് തമ്മിൽ അഡിഷൻ ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം പഠിച്ച മെട്രിക്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് വേണം കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം മെട്രിക്സിന് ഞാൻ 2നെ എന്ത് ചെയ്യാണ് ഈ മെട്രിക്സിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ എഴുതുന്നത്. അപ്പോൾ എങ്ങനെ വരും 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2x അല്ലേ. 2 ഇൻറ്റു 5 10 ആണ്, 2 ഇൻറ്റു 7 14 ആണ്. 2 ഇൻറ്റു y - 3 എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു y - 3 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2y - 6 എന്ന് വരും. ഓക്കെ, ഇതാണ് ആ എലമെന്റിന്റെ പ്ലേസിൽ വരിക 2y - 6 എന്ന് വരും. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് അവിടെ ഓൾറെഡി ആരുണ്ട് 3 - 4 1 2 എന്ന എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സ് ഉണ്ട്. ഈക്വൽ ടു നമുക്ക് ഈ രണ്ട് മെട്രിക്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്ക് ഈക്വൽ ആണ്? ഈ മൂന്നാമത് പറയുന്ന ഈ ഈക്വൽ ടുവിൻ്റെ RHSലുള്ള ആൾക്ക് ഈക്വൽ ആണ്. 7 6 15 and 14. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ രണ്ട് മെട്രിക്സ് തമ്മിൽ പ്ലസ് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു അതേ ഓർഡറിലുള്ള ഒരു മെട്രിക്സ് തന്നെ കിട്ടും. 2x + 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ 2x + 3 തന്നെ എഴുതാൻ പറ്റുള്ളൂ. 10 + 4 എന്ന് പറഞ്ഞാൽ 10 - 4 എന്താ വരിക 6 വരിക. 14 + 1 എന്ന് പറഞ്ഞാൽ 15 ആണ്. 2y - 6 + 2 അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം 2y - 6 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 6 അവിടെ ഉണ്ട് അല്ലേ. 2 - 6 എന്ന് പറഞ്ഞാൽ 2yനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വൈയുള്ള ടേം വേറെ വരുന്നില്ല. നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും -4 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം 2y - 4 എന്ന് എഴുതാം. ഇത് ആർക്ക് ഈക്വൽ ആണ്? ഈ RHSലുള്ള ഈ ഒരു 2/2 ഓർഡറുള്ള മെട്രിക്സിന് എന്താണ് ഈക്വൽ ആണ്. ഓക്കെ, ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ഗിവൺ 2 മെട്രിക്സസ് ആർ ഈക്വൽ ആർ ഇൻ സെയിം ഓർഡർ. രണ്ടും എന്തെന്നെ സെയിം ഓർഡറിലാണ് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ പറയുക കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞൂടെ. അപ്പോൾ നമുക്കിവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആരൊക്കെയാണ് വരിക 2x + 3 = 7 ആണ്. അങ്ങനെയെങ്കിൽ 2xനെ നമുക്ക് എങ്ങനെ എഴുതാം 7 - 3 എന്ന് എഴുതാം. 2x = 7 - 3 എന്ന് പറഞ്ഞാൽ എത്ര 4 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ x = എന്ത് വരും x = 4/2 = എന്ത് വരും 2 വരും. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി അല്ലേ. എക്സിന്റെ വാല്യൂ 2 ആണ്. ഇനി നമുക്കിവിടെ y വരുന്ന ടേം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റിലുള്ള എലമെന്റ്സ് ആണ്. അതായത് 2y - 4 ഈക്വൽ ആണ് 14 ഈക്വൽ ആണ്. 2y ഈക്വൽ ആണ് ഇതിന് 14 + 4. 2y = 18 വരും. y = 18/2 = എന്ത് വരും 9 വരും.
അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ് 2 ആണ്, വൈൻ്റെ വാല്യൂ എന്താണ് 9 ആണ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ നമ്പർ 11 വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, മെട്രിക്സിൽ, അതും മെട്രിക്സിൽ. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തില്ല. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? 2 farmers, രാമകൃഷ്ണൻ ആൻഡ് ഗുരുചരൺ സിംഗ്, രാമകൃഷ്ണൻ ആൻഡ് ഗുരുചരൺ സിംഗ് അല്ലേ, കൾട്ടിവേറ്റ്സ് ഓൺലി 3 varieties ഓഫ് റൈസ്. 3 വെറൈറ്റി റൈസ് കൾട്ടിവേറ്റ് കൃഷി ചെയ്യുന്നുണ്ട്. ഒന്ന് ബസ്മതി, പെരുമാൾ ആൻഡ് നോറ. ഓക്കെ, ദി സെയിൽ ഇൻ റുപ്പീസ്. അതിൻ്റെ ഈ ഒരു ഫാമിൻ്റെ, അഗ്രികൾച്ചറൽ ഫാം, ഇതിൻ്റെ റൈസ് പ്രൊഡക്ഷൻ്റെ സെയിൽസ് ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ താഴെ തന്നിട്ടുള്ളത്. അത് 2 മാസത്തത്. ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ ഈ 3 വെറൈറ്റി റൈസിൽ നടന്ന എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നു എന്നുള്ളതിൻ്റെ ഇൻ റുപ്പീസിലാണ് ഉള്ള ഫോമാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ 2 പേരുടെ. അതുപോലെ തന്നെ ഒക്ടോബറിലുള്ള സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഇൻ റുപ്പീസിലുള്ള ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, സെപ്റ്റംബർ മാസത്തിൽ രാമകൃഷ്ണൻ ബസുമതി കാറ്റഗറി വരുന്ന റൈസ് 10,000 റുപ്പീസിനാണ് എന്ത് ചെയ്തത്, സെയിൽ ചെയ്തത്. ഓക്കെ, ഇനി ഗുരുചരൺ സിംഗോ അതേ ബസുമതി 50,000-നാണ് സെയിൽ ചെയ്തത്. ഓക്കെ, ക്വാണ്ടിറ്റി ഒന്നും ബേസ് ചെയ്ത് പറഞ്ഞില്ല, ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും, എന്തോ ആവാം, അത് നമുക്ക് അത്രത്തോളം ഒന്നും ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി പെരുമാൾ റൈസ് കാറ്റഗറി റൈസ് രാമകൃഷ്ണൻ 20,000-നും ഗുരുചരൺ സിംഗ് 30,000-നുമാണ് അത് സെയിൽ ചെയ്ത്. ഓക്കെ, അങ്ങനെ സെപ്റ്റംബർ ഒക്ടോബറിലുള്ള സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളോട് ഇപ്പം എന്താ കാണാൻ പറഞ്ഞത്? നമ്മളോട് കാണാൻ പറഞ്ഞത് ഇവിടെ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ, ഫൈൻഡ് ദി കമ്പൈൻഡ് സെയിൽസ് ഇൻ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ഫോർ ഈച്ച് ഫാർമർ ഇൻ ഈച്ച് വെറൈറ്റി. ഓക്കെ, മെട്രിക്സുമായിട്ട് ഇതിപ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിൽ സംശയിക്കേണ്ട, പ്യുവർ മെട്രിക്സിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്പൈൻഡ് സെയിൽസ് ഇൻ സെപ്റ്റംബർ ഒക്ടോബറിലുള്ള കമ്പൈൻഡ് സെയിൽസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് സെപ്റ്റംബറിലുള്ള സെയിൽസിനെ നമുക്ക് ഒരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയാലോ? സെപ്റ്റംബറിലുള്ള സെയിൽസിനെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെയാണോ ക്വസ്റ്റ്യനിലുള്ളത് അതുപോലെ തന്നെ വരും. 10,000, 20,000, 10,000, 20,000, 30,000. ഓക്കെ, ഫസ്റ്റ് റോ വരും. എ എന്നുള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് റോ വരും. എ എന്നുള്ളത് എന്താണ്? സെപ്റ്റംബറിൽ നടന്ന സെയിൽസിന്റെ മെട്രിക്സ് ആണ്. ഓക്കെ, 10,000, 20,000, 30,000 എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? രാമകൃഷ്ണന്റെ ഈ 3 വെറൈറ്റിയിൽ അയാൾക്ക് കിട്ടിയ സെയിൽസിൽ അയാൾക്ക് കിട്ടിയ എമൗണ്ട് ആണ് കേട്ടോ, റുപ്പീസാണ്. ഇനി ഗുരുചരൺ സിംഗിന് കിട്ടിയതോ 50,000. നമ്മൾ അതേപോലെ എന്ത് ചെയ്തു, ആ മെട്രിക്സിനെ അങ്ങോട്ട് ഫോം ചെയ്തു. 30,000 ആൻഡ് 10,000. ഓക്കെ, അതുപോലെ തന്നെ ഒക്ടോബർ സെയിൽസും നമ്മൾ ഇതേ ഫോമിൽ തന്നെ എഴുതി. മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് 5,000 വരും, ആൻഡ് 10,000 വരും, ആൻഡ് 6,000 വരും. ഇനി ഇവിടെ 20,000 ആണ്, 10,000 വരും. സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെന്റ് ആൻഡ് 10,000 വരും. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പൈൻഡ് സെയിൽസ് ഇൻ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ വിച്ച് മീൻസ് A+B അല്ലേ, അതാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ കമ്പൈൻഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കാണേണ്ടത്? A+B ആണ് നമുക്കിവിടെ കാണേണ്ടത്. ക്ലിയർ ആയില്ലേ? A+B ആണ് നമുക്കിവിടെ കാണേണ്ടത്. ഇനി രണ്ടാമത്തെ സെയിൽസ് എന്താ എന്നുള്ളത്, ഫൈൻഡ് ദി ഡിഗ്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ. ഫൈൻഡ് ദി ഡിഗ്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ. സെപ്റ്റംബർ മാസത്തിൽ നിന്ന് ഒക്ടോബർ മാസത്തിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം സെയിൽസിൽ ഡിഗ്രീസ് വന്നു, കുറവ് വന്നു, അത് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാലേ. ഫസ്റ്റത്തെ ഇതിൽ രാമകൃഷ്ണൻ 10,000-നാണ് ബസുമതി റൈസ് വിറ്റതെങ്കിൽ ഒക്ടോബർ മാസം ആയപ്പോൾ അത് അയാൾക്ക് എത്ര റുപ്യ പൈസ കിട്ടിയത്? 5,000 കിട്ടിയത്. ഇങ്ങനെ ഓരോന്നിനും അതെങ്ങനെ ഞാൻ ചെയ്തത്? 10,000-ന്ന് 5,000 മൈനസ് ചെയ്യല്ലേ ചെയ്ത്. അപ്പോൾ സിമിലർലി നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ ഡിഗ്രീസ് ഇൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് കണ്ടാൽ മതി? A-B എന്താന്നുള്ളത് കണ്ടാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, നമുക്കിവിടെ ബോത്ത് ഫാമേഴ്സിനും 2% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ടോട്ടൽ എമൗണ്ടിന്റെ 2% ആണ് പ്രോഫിറ്റ് ആയിട്ട് പറയാം.
2% പ്രോഫിറ്റ് ഓൺ ഗ്രോ സെയിൽ ടോട്ടലിന്. കമ്പ്യൂട്ട് ദി പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഫാർമർ ഫോർ ഈച്ച് വെറൈറ്റി ഓഫ് സോൾഡ് ഇൻ ഒക്ടോബർ. ഒക്ടോബറിൽ സെയിൽ ചെയ്തതിൻ്റെ ഓരോ 2 ഫാമേഴ്സിൻ്റെയും ഓരോ വെറൈറ്റീസിലും എത്ര രൂപ 2% പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ, ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞത്? കമ്പൈൻഡ് സെയിൽസ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ കമ്പൈൻഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ, സെപ്റ്റംബറിലും ഒക്ടോബറിലും കൂടി നടന്ന കോമ്പിനേഷനാണ് കമ്പൈൻഡ് സെയിൽസ്. അതായത് A+B ആണ് നമുക്കിവിടെ കാണാനുള്ളത്. നമുക്കിവിടെ എ എന്താ തന്നുള്ളത്? എ എന്നുള്ള മെട്രിക്സിൽ ആരൊക്കെയുണ്ട്? എ എന്നുള്ള മെട്രിക്സിൽ 10,000 വരുന്നുണ്ട്, 20,000 വരുന്നുണ്ട്, ആൻഡ് 30,000 വരുന്നുണ്ട്. സെക്കൻഡ് റോയിൽ 50,000 വരുന്നുണ്ട്, 30,000 വരുന്നുണ്ട്, ആൻഡ് 10,000 വരുന്നുണ്ട്. ഓക്കെ, പ്ലസ് ബി എന്നുള്ള മെട്രിക്സിൽ ആരൊക്കെ വരുന്നുണ്ട്? 5,000 വരുന്നുണ്ട്, 500 ആയിട്ടുള്ള 5,000, ഒരു 10,000 വരുന്നുണ്ട്, 6,000 വരുന്നുണ്ട്. സെക്കൻഡ് റോയിൽ 20,000 വരുന്നുണ്ട്, 10,000 വരുന്നുണ്ട്, 10,000 വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ രണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലുള്ള കമ്പൈൻഡ് സെയിൽസ് കിട്ടും. ഓക്കെ, ഇത് പ്ലസ് ചെയ്യുന്ന 10,000ഉം 5,000 എത്ര വരും? 15,000 ആണ് ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ്. 20 + 10 പറഞ്ഞാൽ 30,000 അല്ലേ? 30 + 60 പറഞ്ഞാൽ 90, 1 lakh ആയിട്ടില്ല, 90,000. സോറി, ഇവിടെ നമുക്ക് 6,000 ആണല്ലേ, സോറി 60 അല്ല. അപ്പോൾ 30,000 + 6,000 എന്ന് പറഞ്ഞാൽ 36,000 ആണ് വരിക. ഓക്കെ, 50 and 20 പറഞ്ഞാൽ 70 വരും, 70,000. 30 and 10 പറഞ്ഞാൽ 40,000 വരും. ഓക്കെ, 10 + 10 പറഞ്ഞാൽ 20. അപ്പോൾ ഇതാണ് കമ്പൈൻഡ് സെയിൽസ് ഏതിൽ വരുന്നത്? 2 മാസത്തെയും കൂടിയുള്ള കമ്പൈൻഡ് സെയിൽസ് വരുന്നത് അല്ലേ. ഇനി നമ്മൾ ബി എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്താ നമ്മളോട് ചോദിച്ചത്? ഡിഗ്രീസ് ഇൻ സെയിൽസ്, ഡിഗ്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ അല്ലേ. സെപ്റ്റംബർ മാസത്തിൽ നിന്ന് ഒക്ടോബർ മാസത്തേക്ക് വന്നപ്പോൾ എത്രത്തോളം സെയിൽസിൽ ഡിഗ്രീസ് വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിച്ചത്. സെപ്റ്റംബർ ടു ഒക്ടോബർ. ഓക്കെ, അപ്പോൾ നോക്കാം. സെപ്റ്റംബർ മാസത്തു നിന്ന് ഒക്ടോബർ മാസത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനുള്ളത് എന്താണ്? A-B ആണ് നമുക്കിവിടെ കാണാനുള്ളത്. A-B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ 10,000 വരുന്നുണ്ട്, 10,000 വരുന്നുണ്ട്, 20,000, 30,000, 3 ആയിട്ടുള്ള 30,000, 50,000, 30,000 ആൻഡ് 10,000. 10,000 ഇതാണ് എ എന്നുള്ളത്. ഇനി മൈനസ് ബി എന്നുള്ള മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്ത് വരുന്നത്? ഫസ്റ്റ് എലമെന്റ് 5,000 ആണ്, 5,000 വരും. സെക്കൻഡ് എലമെന്റ് 10,000 വരും. 6,000 ആണ് കേട്ടോ, നേരത്തെ നമ്മൾ 60 ആഡ് ചെയ്തില്ല. 20,000 വരും, 10,000 വരും, ആൻഡ് 10,000 വരും. ഓക്കെ, ഇനി ഓരോ എലമെന്റും കറസ്പോണ്ടിങ് അപ്പുറത്തുള്ള മെട്രിക്സിൽ നിന്ന് മൈനസ് ചെയ്ത് എലമെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 10,000 - 5,000 എന്താ വരിക? 5,000 വരും. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് 5,000. 20 - 10 എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആരേ ഉണ്ടാവുള്ളൂ? 10,000 ഉണ്ടാവുള്ളൂ.
30 - 6 എന്ന് പറഞ്ഞാൽ 24,000 ആണ് വരിക അല്ലേ. 50 - 20 എന്ന് പറഞ്ഞാൽ 30,000 വരും. 30 - 10 എന്ന് പറഞ്ഞാൽ 20,000 വരും. 10,000 - 10,000 പറഞ്ഞാൽ 0. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുക, ഡിഗ്രീസ് ഇൻ സെയിൽസ് ഫ്രം സെപ്റ്റംബർ ടു ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ വരുന്ന എത്രത്തോളം സെയിൽസിൽ കുറവുണ്ട് എന്നുള്ളതിൻ്റെ റുപ്പീസിലുള്ള ഓരോ ഫാമേഴ്സിൻ്റെയും ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, ബോത്ത് ഫാമേഴ്സ് റിസീവ്സ് 2% പ്രോഫിറ്റ് ഓൺ ഗ്രോസ് അല്ലേ. 2% receives 2% profit on 2% profit on gross sales. On gross sales. സ്റ്റിക്ക് പിടിക്കുന്നില്ല. ഗ്രോസ്. ഓക്കെ, ഓൺ ഗ്രോസിൽ നമുക്ക് എത്ര 2% എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഏഴ് മാസത്തിലാണ് നമുക്ക് കാണാനുള്ളത്. ആ ഗ്രോസ് സെയിൽസ് കമ്പ്യൂട്ട് ദി പ്രോഫിറ്റ് ഫോർ ഈച്ച് ഫാമേഴ്സ് ആൻഡ് ഫോർ ഈച്ച് വെറൈറ്റി സോൾഡ് ഇൻ ഒക്ടോബർ മാസത്തിൽ ഓരോ ഫാമേഴ്സും അവർ വിറ്റതിൽ നിന്ന് ഈ 2% പ്രോഫിറ്റ് വെച്ചിട്ട് എത്ര എമൗണ്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവർ വിറ്റതിൽ നിന്ന് എത്ര എമൗണ്ട് 2% പ്രോഫിറ്റ് വെച്ചിട്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഏത് മാസം? ഒക്ടോബർ മാസത്തെ നമ്മൾ കൺസിഡർ ചെയ്തത് മെട്രിക്സ് ബി ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലേ. മെട്രിക്സ് ബിയിൽ ആരൊക്കെയുണ്ട്? ഇവിടെ 5,000 വരുന്നുണ്ട് ഫസ്റ്റ്, ആൻഡ് 10,000 വരുന്നുണ്ട്, 6,000 വരുന്നുണ്ട്, ഇവിടെ 20,000 ആണ്, 10,000. ഓക്കെ, ഇനി ഇതിൻ്റെ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് എഴുതുക? ഇതിൻ്റെ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുക? 2/100 ഇൻറ്റു ബി എന്നല്ലേ വരിക. 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/100 ഇൻറ്റു ബി എന്നല്ലേ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2/100നെ ഓരോ ബിയിലുള്ള എലമെൻ്റ് വെച്ച് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2/100 ഇൻറ്റു എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വരും? 5,000, 10,000, 6,000, 20,000, 10,000 ആൻഡ് ലാസ്റ്റ് എലമെൻറ്റും 10,000 ആണ്. എന്താണ് 2/100 ഓരോരുത്തരും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരിക? 5,000 2/100 ഇൻറ്റു നമുക്കതിനെ ഒരു വലിയൊരു മെട്രിക്സ് ആക്കിയിട്ട് തന്നെ എഴുതാം അല്ലേ. 2/100 ഇൻറ്റു 5,000 വരും. 2/100 ഇൻറ്റു 10,000 വരും. 2/100 ഇൻറ്റു 6,000 വരും. 2/100 ഇൻറ്റു 20,000 വരും ലാസ്റ്റത്തെ ആൾ അല്ലേ. 2/100 ഇൻറ്റു 10,000 വരും. 2/100 ഇൻറ്റു 10,000. ഓക്കെ, ഇത്രയാണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 0 കട്ട് ചെയ്തു, ഇവിടെ 0 കട്ട് ചെയ്തു, ഈ 2 0 പോയി, 2 0 പോയി, ഇത് 2 പോയി, ഇവിടെ 2 പോയി, 2 0 ക്യാൻസൽ ചെയ്തു. എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യുക? ഈ 2 0 വെച്ചിട്ട് ക്യാൻസൽ ആയിട്ട് സിമ്പിളായിട്ട് മനസ്സിലാവാനാണ് നമ്മളിങ്ങനെ ചെയ്യണം. ഫാസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ അവിടെ ആരുമില്ല. അപ്പോൾ 2 5 10, അപ്പോൾ എത്ര വരും? ഫസ്റ്റ് 100 എന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ എലമെന്റ് എന്താ വരിക? 100 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 200 വരും. മൂന്നാമത്തെ എലമെന്റ് എന്താ വരിക? 120 വരും അല്ലേ. 60 ഇൻറ്റു 2 പറഞ്ഞാൽ 120. ഇവിടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് എന്താ വരിക? 400 വരും അല്ലേ. 200 ഇൻറ്റു 2 400 ആണ്. ഇവിടെ 2 ഇൻറ്റു 100 പറയുമ്പോൾ 200 ആണ് വരിക. 2 ഇൻറ്റു 100 പറയുമ്പോൾ 200 ആണ് വരിക.
ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചത്, ഓരോ ഫാർമറും ഓരോ വെറൈറ്റിയിൽ എത്രത്തോളം പ്രോഫിറ്റ് എമൗണ്ട് 2% പ്രോഫിറ്റ് വെച്ചിട്ട് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ബസ്മതിയാണ് അല്ലേ, ബസ്മതി റൈസിന്റെ കോളാണ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഏതാണ്, അത് പെരുമാളാണ് അല്ലേ. തേർഡ് കോളം സെക്കൻഡ് കോളാണ് പെരുമാൾ. തേർഡ് കോളം എന്ന് പറഞ്ഞാൽ നൗറയാണ് അല്ലേ. ഇതൊക്കെ ഓരോ റൈസിന്റെ കാറ്റഗറിയാണ് കേട്ടോ, അല്ലാതെ ഇഷ്ടമുള്ള പേരിട്ടതല്ല. ഇനി ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ആരതാണ്, രാംകിഷന്റെ ആണ് അല്ലേ. രാംകിഷന് കിട്ടുന്ന എമൗണ്ട് ആണ് ഓരോ വെറൈറ്റിയിലും. സെക്കൻഡ് റോ എന്ന് പറയുന്ന ആരാണ്, ഗുരുചരൺ സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം, ഇതാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇതിനെ നമുക്ക് ഇനി സെന്റൻസ് ആക്കിയിട്ട് പറയാം. എന്ത്, രാംകിഷൻ ബസുമതി റൈസ് ഏത് മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് അല്ലേ. ഒക്ടോബർ മാസത്തിലെ സെയിൽസിൽ 2% സെയിൽസ് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ രാംകിഷന് ബസുമതി റൈസ് വിറ്റിട്ട് 100 റുപ്പീസ് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അതുപോലെ തന്നെ പെരുമാൾ റൈസ് വിറ്റിട്ട് 200 കിട്ടി. അതേ രാംകിഷന് നൗറ റൈസ് വിറ്റിട്ട് 120 കിട്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റത് 200 ആണ്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, സിമിലർലി ഗുരുചരൺ സിംഗ് ബസുമതി റൈസ് വിറ്റിട്ട് 400 റുപ്പീസ് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. പെരുമാൾ റൈസ് വിറ്റിട്ട് 200 കിട്ടി. നൗറ റൈസ് വിറ്റിട്ട് 200 കിട്ടി. ഓക്കെ, ജസ്റ്റ് ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. RS 100 പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബസ്മതി റൈസ്. ഓക്കെ, ഇതാരതാണ്, രാംകിഷന്റെ. ഓക്കെ, 100 രൂപ കിട്ടി. ഇനി RS 100 പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഏത് റൈസ് കിട്ടിയിട്ട്, പെരുമാൾ റൈസിൽ എത്ര കിട്ടി, അവിടെയും 200 റുപ്യ കിട്ടിയാണ് അല്ലേ. ഇനി റുപ്പീസ് 100 എവിടെ കിട്ടി, സെയിൽ പ്രോഫിറ്റ് എവിടെ നിന്ന് കിട്ടി, നൗറ റൈസ് കിട്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ ഗുരുചരൺ സിംഗിൻ്റെതും ഇതുപോലെ നമുക്ക് എഴുതാം. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ടോട്ടൽ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ നമ്മൾ രണ്ടാമത്തെ ടൈപ്പാണ് നോർമൽ മെട്രിക്സ് തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ? ഇതാണ് നമുക്ക് ഏറ്റവും കോറായിട്ടുള്ള ടോപ്പിക്ക് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ചെറിയൊരു കൺഫ്യൂസിങ് ഒക്കെ വരുന്ന, ഒന്ന് ശ്രദ്ധിച്ചാൽ ക്ലിയർ ആവും കേട്ടോ. വളരെ സിമ്പിളാണ്. എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഞാൻ എൻ്റെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട്, എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. എ എന്നുള്ള മെട്രിക്സ് 1 2 3 4 ആണ്. അതൊരു 2x2 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഓക്കെ, സിമിലർലി ബി എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. അത് 1 3 2 4 3 6. ഇത് ഏതാ ഓർഡർ? 3x2 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എ ബി, ഇതിനെ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ആണ് അല്ലേ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ മെട്രിക്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, രണ്ട് മെട്രിക്സും എയും ബിയും സെയിം ഓർഡറിലാവണം എന്നുള്ളത് അല്ലേ. ഇവിടെ അതിന് പ്രസക്തിയില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ഓർഡേഴ്സിലുള്ള മെട്രിക്സിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം നോക്കണം, എല്ലാവരെയും അങ്ങോട്ട് വലിച്ചു വാരി മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഒരു പോയിന്റ് നോക്കണം. ഓക്കെ, അതാണ് ഞാനിവിടെ പറയുന്നത്. നോക്കാം, ഞാൻ എ ബി ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ എ എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, 2/2 ആണ്. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, 3/2 ആണ്. ഇനി ഇത് രണ്ടും ഡിഫറെൻ്റ് ഓർഡർ ആണ്. സെയിം ഓർഡർ ആണെങ്കിൽ നമുക്ക് എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല, ആരും ഒന്നും ചോദിക്കൂല. ഓക്കെ, ഡിഫറെൻ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചോദിക്കും. ഓക്കെ,
അപ്പോൾ ഇത് ഇവിടെ ഡിഫറെൻ്റ് ഓർഡർ ആണ്. ഇവിടെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുക ഈ രണ്ട് മെട്രിക്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതാ ഈ രണ്ടാളുകളെ നോക്കുക. ഈ രണ്ടാളുകൾ സെയിം നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു കേസിൽ ഇവിടെ രണ്ട് സെയിം ആണോ? ഒന്ന് 2 ആണ്, ഒന്ന് 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ബി എ എന്നെടുത്തു. മെട്രിക്സ് ബീൻ്റെ ഓർഡർ എന്താ? മെട്രിക്സ് ബീൻ്റെ ഓർഡർ 3/2 ആണ് അല്ലേ? എ എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. 2/2 ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ ഇവിടെ പോസിബിൾ ആണോ എന്നുള്ളത് നോക്കുക. രണ്ടും ഡിഫറെൻ്റ് ഓർഡർ ആണ്. പക്ഷേ ഈ രണ്ട് നമ്പർ ഉള്ളിലുള്ള രണ്ട് നമ്പർ സെയിം ആണ്. ഇതെന്താവണം? മസ്റ്റ് ബി സെയിം. ഇതെന്തായാലും സെയിം ആവണം. ഇത് സെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡബിൾ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടി. എ ബി എന്തല്ല, നമുക്ക് പ്രോപ്പർട്ടീസ് കൂടുതൽ പഠിക്കാനുണ്ട്. എ ബി നോട്ട് ഈക്വൽ ടു ബി ആണ്. ഇപ്പോൾ അത് മനസ്സിലായില്ലേ? എ ബി മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇല്ല. പക്ഷെ ബി എ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുമോ? മൾട്ടിപ്ലൈ ചെയ്യാൻ പോസിബിൾ ആണ്. എല്ലാ കേസിലും ചില കേസിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ചില കേസിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. രണ്ടു കേസും വരാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെ ബി എ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം. അപ്പോൾ ഈ രണ്ട് നമ്പർ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? ഇനി ഇതൊന്നും ബാധകമല്ലാത്ത രണ്ട് നമ്പർ ഉണ്ടല്ലോ, 3ഉം 2ഉം. ഇതാണ് ഓർഡർ ഓഫ് ഔട്ട്പുട്ട് മെട്രിക്സ്. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താ വരിക? 3/2 ആണ് നമുക്ക് ഓർഡർ വരിക. ഏതൊക്കെ? ഈ 3ഉം ഈ 2ഉം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഡിഫറെൻ്റ് ഓർഡറുള്ള മെട്രിക്സിലും പോസിബിൾ ആണ്. ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി, അതിൻ്റെ ഓർഡർ എഴുതിയിട്ട് അതിൻ്റെ ഇന്നറിലുള്ള രണ്ട് നമ്പേഴ്സ് അത് മസ്റ്റ് ബി സെയിം. അതെന്തായാലും സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്തെന്നെയാണ്? സിംഗിൾ വാല്യൂ അല്ല, മെട്രിക്സ് തന്നെയാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഓർഡർ എന്താ വരിക? ആ രണ്ട് ഓർഡറിന്റെ പുറത്തുള്ള 3ഉം 2ഉം ഉണ്ടല്ലോ, ആ പുറത്തുള്ള രണ്ട് എലമെന്റിന്റെ ഓർഡർ ആണ് നമുക്കിവിടെ മെട്രിക്സ് മൾട്ടിപ്ലൈ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ബി എ ഒന്ന് എഴുതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ബി എ ഈക്വൽ ടു ആദ്യം ബി എന്നുള്ള മെട്രിക്സ് എഴുതാം. ബി എന്നുള്ള മെട്രിക്സ് എന്താ നമ്മളിവിടെ എടുത്തുള്ളത്? ബി എന്നുള്ള മെട്രിക്സ് 1 3 2 4 3 6 ആണ്. ഓക്കെ, ഇൻറ്റു എ എന്നുള്ള മെട്രിക്സ് എന്താണ്? 1 2 3 4 ആണ്. ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. ശരിക്കും ശ്രദ്ധിച്ചോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഒന്നാമത്തെ മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ എഴുതി. ഇത് 3/2 ആണ്. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ് അല്ലേ? ഈ രണ്ട് എലമെന്റ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇവിടെ വരുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ് വരിക? 3/2 ആണ് വരിക. ഓക്കെ, 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോസും ഉണ്ടാവും, 2 കോളം ഉണ്ടാവും. 3 റോസ് 2 കോളം. ഇനി ശരിക്കും ശ്രദ്ധിച്ചോ, നമ്മൾ എങ്ങനെയാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഞാനൊരു കോഡ് പറഞ്ഞുതരാം, അത് എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. ഞാൻ തൊട്ട് മുന്നുള്ള ടോപ്പിക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റോ കോളം നമ്മൾ ഈ രണ്ടാൾക്കാർ ഒരുമിച്ച് നമ്മൾ എവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് പരിഗണിക്കുക ആരെയാണ്? റോനെയാണ്. റോ എന്ന ആളെയാണ് ഫസ്റ്റ് പരിഗണിക്കുക അല്ലേ? അപ്പോൾ നമ്മളിവിടെ റോയനെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റോയാണ്. ഓക്കെ, ആറിനെയാണ് നമ്മൾ ആദ്യം കൺസിഡർ, പിന്നെയാണ് നമ്മൾ എന്തെടുക്കുള്ളൂ? സി എടുക്കുള്ളൂ. ഈ ഒരു കോഡ് മനസ്സിലുണ്ടായിക്കോട്ടെ. RC ബോയ്സ്. ഓക്കെ, വി ആർ RC ബോയ്സ്, റോയൽ ചാലഞ്ചേഴ്സ്.
ഓക്കെ, ഇത് നമ്മളെ മനസ്സിലുണ്ടായിക്കോട്ടെ. റോയൽ ചാലഞ്ചേഴ്സ് ഫാൻസ് ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ, നമ്മളെ കോഹ്ലിന്റെ ടീം. അപ്പോൾ ഈ ഒരു RC ബോയ്സ്, ഈ ഒരു RC മനസ്സിലുണ്ടാവട്ടെ. ആദ്യം റോ എടുക്കും, പിന്നെ കോൾ എടുക്കും, റോ എടുക്കും, പിന്നെ കോൾ എടുക്കും. ഇതേ പ്രൊസീജിയറാണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ റോ എടുക്കും. ഏത് റോ? ഫസ്റ്റ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റത്തെ മെട്രിക്സിന്റെ റോ എന്നുള്ളത് അല്ലെ. ഫസ്റ്റ് റോ ഇതാണ് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എലമെന്റ്, ഈ നമ്മളെ ആൻസർ സൊല്യൂഷനിലുള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ 1ഉം ഈ 1ഉം. ഒന്നാമത്തെ 1ഉം ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെന്റും ഫസ്റ്റ് കോളത്തിലുള്ള ഫസ്റ്റ് എലമെന്റ് 1ഉം പ്ലസ് രണ്ടാമത്തെ എലമെന്റ് ഫസ്റ്റ് റോയിലുള്ള രണ്ടാമത്തെ എലമെന്റും ഫസ്റ്റ് കോളത്തിലുള്ള രണ്ടാമത്തെ എലമെന്റ് പ്ലസ് 3 ഇൻറ്റു 3. ഓക്കെ, 3 ഇൻറ്റു 3. ഇതാണ് നമ്മൾ സൊല്യൂഷൻ മെട്രിക്സിന്റെ ഫസ്റ്റ് എന്ത് വരിക? എലമെന്റ് വരിക. ഓക്കെ, നമുക്കറിയാം സൊല്യൂഷൻ മെട്രിക്സിൽ 2 കോളം ഉള്ളൂ അല്ലേ. ഇനി രണ്ടാമത്തെ കോളത്തിലുള്ള എലമെന്റ് എങ്ങനെ വരും? 1 ഇൻറ്റു ആരെ വരിക? 2 വരും. 2 എന്നുള്ളതാണ് ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെന്റ് അല്ലേ. പ്ലസ് 3 ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സിലുള്ള ഫസ്റ്റ് കോളത്തിലുള്ള അടുത്ത ആളാരാണ്? 4 ആണ് വരും. അപ്പോൾ 3 ഇൻറ്റു 4 വരും. ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് റോ എങ്ങനെ ഫില്ല് ചെയ്യുക? സെക്കൻഡ് റോ എടുക്കുമ്പോൾ നമ്മളിവിടെ സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. ഈ റോ കൺസിഡർ ചെയ്യുക. 2 4ഉം അപ്പുറത്ത് ഫസ്റ്റ് കോൾ എടുക്കുക, പിന്നെ 2 4ഉം അപ്പുറത്ത് സെക്കൻഡ് കോൾ കൊടുക്കുക. ഇപ്പോൾ 2 4 ഫസ്റ്റ് കോൾ എടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 3 എന്ന് വരും. ഇനി സെക്കൻഡ് കോൾ എടുക്കുമ്പോഴോ സെക്കൻഡ് റോയും അവിടുത്തെ സെക്കൻഡ് കോൾ എടുക്കുമ്പോഴോ 2 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 4 എന്ന് വരും. ഓക്കെ, ഇനി തേർഡ് റോ എങ്ങനെ ഫില്ല് ചെയ്യുക? തേർഡ് റോ നമുക്ക് ഇവിടുത്തെ തേർഡ് റോ എടുക്കുക. തേർഡ് റോയും അവിടുത്തെ ഫസ്റ്റ് കോളും തേർഡ് റോയും അവിടുത്തെ സെക്കൻഡ് കോളും തമ്മിൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? തേർഡ് റോയിലുള്ള ഫസ്റ്റ് എലമെന്റ് 3 ഇൻറ്റു 1 അല്ലേ. ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെന്റ് 1 ആണല്ലോ. പ്ലസ് 6 ഇൻറ്റു 3. ഇനി 3 ഇൻറ്റു 2 പ്ലസ് 6 ഇൻറ്റു 4. ഓക്കെ, ഇതാണ് നമ്മളെ സൊല്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇവിടെ ഫില്ല് ചെയ്തത് 1 ഇൻറ്റു 1 ആണ്. അങ്ങനെ 1 ഇൻറ്റു 1 വന്ന് റോ കോളം RC ബോയ്സ്, അതാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കൺസിഡർ, നമ്മളെ മനസ്സിൽ അത് മാത്രമേ പാടുള്ളൂ. അപ്പോൾ റോ കോളം ഫസ്റ്റ് റോയിലുള്ള ഒരു എലമെന്റും ഫസ്റ്റ് കോളത്തിലുള്ള രണ്ടാമത്തെ മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് ആയിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ഫസ്റ്റ് റോയിലുള്ള അടുത്ത എലമെന്റും അതേ കോളത്തിലുള്ള രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടും പ്ലസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ആയ 1 ആണ്. ഇവിടെ രണ്ടാമത്തെ മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെന്റ് ആയ 1, അതാണ് 1 ഇൻറ്റു 1 എന്ന് വന്നത്. ഓക്കെ, പ്ലസ് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെന്റ് 3 ആണ് അല്ലേ. ഫസ്റ്റ് കോളത്തിൽ ഇവിടെ സെക്കൻഡ് എലമെന്റ് എന്താണ്? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 നിന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഓരോ മെട്രിക്സും അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യും? ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 1 ആണ്. 1 പ്ലസ് 1 ഇൻറ്റു 1 1 വരും. പ്ലസ് 3 ഇൻറ്റു 3 9 വരും. 2 പ്ലസ് 12 വരും. 3 പ്ലസ് 18 വരും. ഇനി രണ്ടാമത്തെ സെക്കൻഡ് കോളം എങ്ങനെ വരും? 2 പ്ലസ് 12 വരും. 2 ഇൻറ്റു 2 4 പ്ലസ് 16 വരും. 3 ഇൻറ്റു 2 6 പ്ലസ് 24 വരും. ഓക്കെ, 24 വരും. ഈക്വൽ ടു നമുക്ക് മെട്രിക്സ് എങ്ങനെ വരും? 1 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 10 ആണ്. 12 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. 18 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 21 ആണ്. 12 ഇൻറ്റു 2 പറഞ്ഞാൽ 14 ആണ്. 16 ഇൻറ്റു 4 പറഞ്ഞാൽ 20 ആണ്. 24 ഇൻറ്റു 6 പറഞ്ഞാൽ 30 ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/2 ആണോ? 3 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ഓർഡർ എന്തെന്നെയാണ് വരുന്നത്? 3/2. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഏത് മൾട്ടിപ്ലിക്കേഷൻ? 2 മെട്രിക്സിനെ എടുത്തിട്ട് പരസ്പരം അതെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓരോ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആവാത്തത് അത് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടിയും കേട്ടിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് പോസ് ചെയ്ത് എന്ത് ചെയ്യുക? വീഡിയോസിൻ്റെ
ക്ലാസ്സിൻ്റെ നോട്ട് എഴുതിയെടുക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 12 ഫൈൻഡ് എ ബി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്നുള്ളൊരു മെട്രിക്സും ബി എന്നുള്ളൊരു മെട്രിക്സും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ ഞാൻ എ ബി ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ് 6 9 2 3 ആണ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്ര മെട്രിക്സ് 2 6 0. സെയിം ഓർഡർ ആണോ? ഡിഫറെൻറ്റ് ഓർഡറിലുള്ള മെട്രിക്സ് ആണ് അല്ലേ. നമുക്ക് എന്തായാലും അതിൻ്റെ ഓർഡർ അതിൻ്റെ താഴെ എഴുതി നോക്കാം. ഫസ്റ്റത്തിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ് 2/2 ആണ്. രണ്ടാമത്തെ മെട്രിക്സ് ഏതാണ് റോ 2 റോ ആണ് അല്ലേ 2/3 ആണ് അല്ലേ. ഈ രണ്ട് നമ്പർ സെയിം ആണോ? സെയിം ആണ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. നമ്മൾ ഔട്ട്പുട്ട് മെട്രിക്സിൻ്റെ ഓർഡർ എന്താ വരിക? ഔട്ട്പുട്ട് മെട്രിക്സിൻ്റെ ഓർഡർ വരിക എന്താ വരിക 2/3 എന്ന് വരും അല്ലേ. രണ്ട് റോയും 3 കോളം തന്നെ വരും. ഓക്കെ, 2 റോയും 3 കോളം വരും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കൊന്ന് റോ കോളം ബേസിൽ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ ആരെ കൺസിഡർ ചെയ്യുക? 6 9 ആണ് ഇവിടെ ഫസ്റ്റ് റോ. ഇവിടെ ഫസ്റ്റ് കോളം വരുന്നത് 2 7 ആണ് അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 2 പ്ലസ് 9 ഇൻറ്റു 7 എന്ന് വരും. 9 ഇൻറ്റു 7. ഇനി രണ്ടാമത്തെ കോളത്തിൻ്റെ ഫസ്റ്റ് നമ്പർ എത്ര വരിക? 6 ഇൻറ്റു 6 പ്ലസ് 9 ഇൻറ്റു 9 വരും അല്ലേ. ഈ 6ഉം ഈ 6ഉം ഈ 9ഉം ഈ 9ഉം. ഇനി മൂന്നാമത്തെ നമ്പർ എങ്ങനെ വരും? ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ നമ്പർ 6 ഇൻറ്റു 0 പ്ലസ് 6 ഇൻറ്റു 8 എന്ന് വരും. ഓക്കെ, ഇനി സെക്കൻഡ് റോ എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം? 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 7 വരും. 2 ഇൻറ്റു 6 പ്ലസ് 2 ഇൻറ്റു 9 വരും. 2 ഇൻറ്റു 0 പ്ലസ് ഇവിടെ 3 ആണ് സോറി. രണ്ടാമത്തെ എലമെന്റ് എങ്ങനെ വരും? 2 ഇൻറ്റു 6 പ്ലസ് 2 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു 9 വരും അല്ലേ. 3 ഇൻറ്റു 9. 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 8 എന്ന് വരും. ഓക്കെ, ഇനി 2 റോ 3 കോളം അല്ലേ. 2 റോ മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എ ബി ഈക്വൽ ടു എന്നുള്ള മെട്രിക്സ് എങ്ങനെ നമുക്ക് കിട്ടും? 6 ഇൻറ്റു 2 പറഞ്ഞാൽ 12 പ്ലസ് 63 വരും. 36 പ്ലസ് 81 വരും. 6 ഇൻറ്റു 0 0 ആണ് 48. അവിടെ 48 മാത്രമേ ഉണ്ടാവുള്ളൂ. 0 പ്ലസ് 48 വരും. ഇവിടെ 4 പ്ലസ് 21 വരും. 18 പ്ലസ് 27 വരും. 0 പ്ലസ് 24 വരും. ഓക്കെ, ഇതാണ് മെട്രിക്സ് വരിക. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ഒന്നും കൂടി ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ എ ബി ഈക്വൽ ടു എന്ത് വരും? 12 പ്ലസ് 63 എന്ന് പറയുമ്പോൾ 75 എന്ന് വരും. 75 വരും. 36 പ്ലസ് 81 എന്ന് പറയുമ്പോൾ 117 വരും. മറ്റേ തേർഡ് എലമെൻറ്റ് 48 48 തന്നെയാണ്. 21 4 പ്ലസ് 4 25 വരും. 1 45 വരും. ഓക്കെ, ഇവിടെ 18 അല്ല, ഇവിടെ 12 ആണ് വരുന്നത് അല്ലേ. ഇവിടെ 12 ആണ് വരിക. ഓക്കെ, കാരണം 2 ഇൻറ്റു 6 12 അല്ലേ. 12 പ്ലസ് 27. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 പ്ലസ് 27 എന്ന് പറയുമ്പോൾ 9 പ്ലസ് 3 39 ആണ് ആൻസർ വരിക അല്ലേ. ഓക്കെ, ഇവിടെ 24 വരും. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ വാല്യൂ വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. എ എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ബി എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് എ ബി ആൻഡ് ബി എ. ഷോ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. എ ബി കണ്ടുപിടിക്കുക, ബി എ കണ്ടുപിടിക്കുക.
എ ബി ബി എ നോട്ട് ഈക്വൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് എ ബി എന്താണെന്നുള്ളത് ഒന്ന് എഴുതി നോക്കാം. എ ബി ഈക്വൽ ടു എ എന്നുള്ള മെട്രിക്സ് എന്താ 1 -2 3 ആണ്, -4 2 5 ആണ് അല്ലേ. ഇൻറ്റു ബി എന്നുള്ള മെട്രിക്സ് എന്താ വരുന്നത് 2 3 4 5 2 1 ആണ്. എന്താണ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഇത് 2/3 ഓർഡർ ഉള്ളതാണ്, ഇത് 3/2 ഓർഡർ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് നമ്പറും എന്താണ് സെയിം ആണ്, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എ ബി ഈക്വൽ ടു എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? എ ബി ഈക്വൽ ടു 1 × 2 അല്ലേ. 1 × 2 പറഞ്ഞാൽ 2 പ്ലസ് -2 × 4 -2 × 4 നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം അല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക, എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, 1 × 2 പ്ലസ് 1 ഫസ്റ്റ് റോ കോളാണല്ലോ വരുന്നത്, ഫസ്റ്റ് റോ അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് കോളം വരും. ഇതാ ഈ ഒരു റോയും ഈ ഒരു കോളമാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോയിൽ 1 × 2 വരും, -2 × 4 വരും, -2 × 4 പ്ലസ് 3 × 2 എന്ന് വരും. ഓക്കെ, ഇനി സെക്കൻഡ് കോളം എങ്ങനെ വരും? സെക്കൻഡ് കോളം എങ്ങനെ വരും? 1 × 3 പ്ലസ് -2 × 5 പ്ലസ് 3 × 1 എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ റോ എങ്ങനെ ഫോം ചെയ്യുക? -4 × 2 പ്ലസ് 2 × 4 പ്ലസ് 5 × 2. ഓക്കെ, ഇനി -4 × 3 പ്ലസ് 2 × 5 പ്ലസ് 5 × 1. ഓക്കെ, നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താ വരിക? 2/2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണല്ലേ വരിക. ഇവിടെ രണ്ടും ഔട്ടർ എലമെന്റ് ഏതൊക്കെയാണ്? 2 × 2 ആണ് വരുന്നത്. ഈക്വൽ ടു എ ബി ഈക്വൽ ടു നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? 2 -8 പ്ലസ് 6 വരും. ഇവിടെ 3 -10 പ്ലസ് 3 വരും, -8 പ്ലസ് 8 പ്ലസ് 10 വരും, -12 പ്ലസ് 10 പ്ലസ് 5 വരും. ഫൈനൽ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 8 - 8 എന്താ വരിക? 2 - 6 6 വരും, 6 -6ഉം 6ഉം 0 ആയിട്ട് പോകും. ഓക്കെ, 6 വരും, ഇവിടെ -4 വരും രണ്ടാമത്തെ എലമെന്റ് അല്ലേ. 8 8ഉം ക്യാൻസലായി, അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 10 ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് എലമെന്റോ 15 12 പോയി കഴിഞ്ഞാൽ 3 വരും. അപ്പോൾ ഇതാണ് നമുക്ക് എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ ഫോം വരുന്നത്. ഇനി നമുക്ക് ബി എ ചെയ്ത് നോക്കാം. ഓക്കെ, ബി എ ഒന്ന് ചെയ്ത് നോക്കാം. ബി എ വേർ ബി എ ഈക്വൽ ടു ബി എ എന്ന് പറയുമ്പോൾ ഇവിടെ ബീൻ്റെ മെട്രിക്സ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. 2 3 4 5 വരും, 2 1 വരും, ഇൻറ്റു എ എന്നുള്ള മെട്രിക്സ് ആരാ? 1 -2 3 -4 2 5. ഈ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആണ് അല്ലേ. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 2 റോ 3 കോളം 2/3 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പർ എന്താണ്? സെയിം ആണ്. നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ മെട്രിക്സ് എന്താണ്? 3/3 ആണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. ഈക്വൽ ടു എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം അല്ലേ. RC ബോയ്സ് നമ്മൾ മറന്നിട്ടില്ല. ഫസ്റ്റ് റോയിൽ ആരാളുള്ളത്? ഫസ്റ്റ് നമ്പർ 2 ആണ്. 2 × 1 പ്ലസ് 3 × -4 ഫസ്റ്റ് എലമെന്റ് വരും. ഇനി 2 × -2 പ്ലസ് 3 × 2 വരും. ഓക്കെ, 2 × 3 പ്ലസ് 3 × 5 വരും. ഇനി സെക്കൻഡ് റോ ആരൊക്കെ വരും? 4 × 1 പ്ലസ് 5 × -4 4 × -2 പ്ലസ് 5 × 2 എന്ന് വരും. 4 × 3 പ്ലസ് 5 × 5 എന്ന് വരും. ഓക്കെ, തേർഡ് റോ എങ്ങനെ വരും? തേർഡ് റോൻ്റെ ഇവിടെ തേർഡ് റോ വരുന്നത് 2 × അടുത്ത ഫസ്റ്റ് കോളം 1 ആണ്. 2 × 1ഉം പ്ലസ് 1 × -4 വരും. ഓക്കെ, 2 × -2 വരും ആൻഡ് 1 × 2 എന്ന് വരും, പ്ലസ് 1 × 2 എന്ന് വരും. 2 × 3 വരും, പ്ലസ് 1 × 5 എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ബി എ ഈക്വൽ ടു എന്തൊക്കെ വരിക? 2 × 1 പറഞ്ഞാൽ 2 ആണ്,
2 മൈനസ് 12 വരും, മൈനസ് 4 പ്ലസ് 6 വരും, 6 പ്ലസ് 15 വരും, 4 മൈനസ് 20 വരും, മൈനസ് 8 പ്ലസ് 10 വരും, 12 പ്ലസ് 25 വരും, 2 മൈനസ് 4 വരും, മൈനസ് 4 പ്ലസ് 2 വരും, 6 പ്ലസ് 5 വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 2 മൈനസ് 12 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? 2 മൈനസ് 12 എന്ന് പറഞ്ഞാൽ മൈനസ് 10 ആണ് അല്ലേ. 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ വരിക അല്ലേ. 15 പ്ലസ് 6 പറഞ്ഞാൽ 21 ആണ്. 20 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 20 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 16 ആണ് അല്ലേ. 10 മൈനസ് 8 പറഞ്ഞാൽ 2 ആണ്. 25 പ്ലസ് 2 പറഞ്ഞാൽ 25 7 ആണ്, അപ്പോൾ 37 വരും. ഇനി 2 മൈനസ് 4 പറഞ്ഞാൽ മൈനസ് 2 ആണ്. മൈനസ് 4 പ്ലസ് 2 പറഞ്ഞാലും മൈനസ് 2 തന്നെയാണ്. 6 പ്ലസ് 5 പറഞ്ഞാൽ 11 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബി എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബിൻ്റെ ആൻസർ എന്താ വന്നത്? എ ബിൻ്റെ ആൻസർ നമുക്കൊന്ന് എഴുതി നോക്കല്ലേ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വേർ എ ബി ഈക്വൽ ടു എന്ത് വരും? 0 മൈനസ് 4 10 3 ആണ് വരുന്നത്. ആൻഡ് ബി എ ഈക്വൽ ടു എന്താ വരുന്നത്? മൈനസ് 10 2 21 ആണ്, മൈനസ് 16 2 37 ആണ്, മൈനസ് 2 11 ആണ്. ഇത് ഒരിക്കലും സെയിം ആയിട്ട് വരില്ല അല്ലേ. എ ബി നോട്ട് ഈക്വൽ ടു ബി എ, ദെർഫോർ ഹെൻസ് എ ബി എന്തല്ല, ബി എക്ക് ഈക്വൽ അല്ല. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് മുഴുവനായിട്ട് നോട്ട് ചെയ്തിരിക്കും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. എന്താണ് ഇവിടെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എ ബി എന്നുള്ള രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഇത് ക്വസ്റ്റ്യൻ്റെ പാർട്ടല്ല കേട്ടോ. ഓക്കെ, ഇത് ഓവർലാപ്പ് ചെയ്ത് വന്നതാണ്. എയും ബിയും രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ബി എ എന്നുള്ളത് നമുക്കിവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്താ പ്രൂവ് ചെയ്യുള്ളത്? എ ബി നോട്ട് ഈക്വൽ ആണ് ബി എ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പഠിച്ചു എന്താണെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അത് എ ബി എന്താണെന്നുള്ളത് കാണണം, ദെൻ ബി എ എന്താണെന്നുള്ളത് കാണണം. അത് രണ്ടും ഈക്വൽ അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എ ബി എന്താണെന്നുള്ളത് കണ്ടുനോക്കാം. എ ബി വാട്ട് ഈസ് ഹിയർ? എ ബി ഈക്വൽ ടു വാട്ട്? എ ബി ഈക്വൽ ടു മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സ് എന്താ? 1 0 0 മൈനസ് 1 ആണ്. ആൻഡ് ബി എന്നുള്ള മെട്രിക്സ് എന്താ? 0 1 1 0 ആണ് അല്ലേ. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ നമ്മൾ പറഞ്ഞ ആ ഒരു കീ പോയിന്റ് എന്താണ്? റോ കോളം അല്ലേ. ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യും, ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ആൻഡ് സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം. അപ്പോൾ എങ്ങനെ വരും? ഇത് രണ്ടും എന്താണ്? 2/2 ഓർഡറുള്ളൊരു മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന മെട്രിക്സും ഓൾസോ എന്ത് തന്നെയാണ് വരിക? 2/2 ഓർഡറുള്ള മെട്രിക്സ് തന്നെയാണ് വരിക. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്, അതായത് 1 ഇൻറ്റു 0 പ്ലസ് 0, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 0 ആണ്. 0 ഇൻറ്റു ഇവിടെ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ആണ് അല്ലേ. അതാണ് ഫസ്റ്റ് എലമെൻറ്റ് വരിക ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി സെക്കൻഡ് എലമെൻറ്റ് എങ്ങനെ വരും? 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 എന്ന് വരും. ഇയർ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ഇൻറ്റു 0 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 എന്ന് വരും അല്ലേ. ഇനി അടുത്ത എലമെൻറ്റ് 0 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 0 എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 0 0 ആണ്. ഫസ്റ്റത്തെ ടേം എന്ത് വരും? 0 എന്ന് വരും. സെക്കൻഡ് ടേം 1 ഇൻറ്റു 1 1 എന്ന് വരും. തേർഡ് ടേം മൈനസ് 1 എന്ന് വരും. സെക്കൻഡ് റോയിൽ ലാസ്റ്റ് ടേം എന്താ വരിക? എൻ്റർ 0, കംപ്ലീറ്റ് 0 വരും. ഇതാണ് നമുക്ക് എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി വാട്ട് ഈസ് ബി എ? ബി എ എന്താണെന്നുള്ളത് ചെയ്ത് നോക്കാം. ഹിയർ ബി എ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ബി എന്നുള്ള മെട്രിക്സിനെ നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ 0 1 ആണ്, 1 0 ആണ് ബി എന്നുള്ള മെട്രിക്സ്. ആൻഡ് എ ഈസ് 1 0 0 മൈനസ് 1. ഓക്കെ, ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? 2/2 ഓർഡറുള്ള മെട്രിക്സ് ആണ്. നമുക്ക് വരുന്ന ഔട്ട്പുട്ടും എന്ത് തന്നെയാണ് വരിക? 2/2 ഓർഡറുള്ള മെട്രിക്സ് തന്നെയാണ് വരിക. ഓക്കെ, റോ കോളം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് 0 ആണ്. ഇപ്പുറത്തെ മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ് വരുന്നത് 1 ആണ്. പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് വരുന്നത് 1 ആണ്. ഇൻറ്റു കോളത്തിൽ സെക്കൻഡ് എലമെൻറ്റ് വരുന്നത് 0 ആണ് അല്ലേ. ഇനി അടുത്ത എലമെൻറ്റ് എങ്ങനെ വരും?
0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു -1 എന്ന് വരും. ഇയർ 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 എന്ന് വരും. ഓക്കെ, ഇവിടെ സെക്കൻഡ് എലിമെൻറ്റ് 1 ഇൻറ്റു 0 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു -1 എന്ന് വരും. 0 ഇൻറ്റു -1. ഓക്കെ, എന്താണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം? 0 ഇൻറ്റു 0 എൻ്റയർ കംപ്ലീറ്റ് ആകുമ്പോൾ 0 ആവും. രണ്ടാമത്തെ 1 ഇൻറ്റു -1 അവിടെ -1 ഉണ്ട്. ഈ ടേമിൽ കംപ്ലീറ്റ് 1 ഇൻറ്റു 1 ഉണ്ട്, 0 പോയി. ഇത് ടേം കംപ്ലീറ്റ് 0. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ എ ബി എന്താണ്? ഇതാണ് എ ബി. 0 1 -1 0 എന്നുള്ളത് സ്ക്വയർ മെട്രിക്സ് ആണ് കിട്ടിയത് അല്ലേ. ബി എ എന്നുള്ളത് 0 -1 ആണ്, 1 0 ആണ്. രണ്ടും നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore here എ ബി നോട്ട് ഈക്വൽ ടു ബി എ. hence proved. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 15. ഫൈൻഡ് എ ബി. എ ബി കാണണം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബി എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എ എന്നുള്ള മെട്രിക്സിനെ എഴുതും അല്ലേ. ഇവിടെ നമുക്ക് എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് തന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? 0 -1 0 2. ഇതാണ് എ. ഇനി ബി എന്നുള്ള മെട്രിക്സ് എന്താ വരുന്നത്? 3 5 0 0. നമ്മൾ റോ കോളം ബേസിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം RC. ക്ലിയർ? അപ്പോൾ എന്ത് വരും? ഇത് രണ്ടും എന്താണ്? ഒരു 2/2 ഓർഡറുള്ള മെട്രിക്സ് ആണ് അല്ലേ. രണ്ടും 2/2 ഓർഡറുള്ള മെട്രിക്സസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എന്ത് തന്നെയാണ് വരിക? 2/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് തന്നെ ആയിട്ടാണ് വരിക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് എലിമെൻ്റ് ആരാ? 0 അല്ലേ. 0 ഇൻറ്റു ആര് വരും? ഇവിടെ 3 വരും. 3 പ്ലസ് ഫസ്റ്റ് റോയില് സെക്കൻഡ് എലിമെൻറ്റ് -1 ആണ്, ഇവിടെ കോളത്തിൽ 0 ആണ്. അപ്പോൾ -1 ഇൻറ്റു 0. ഇനി അടുത്ത എലിമെൻറ്റ് എങ്ങനെ വരിക? 0 ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിൽ സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് എലിമെൻറ്റ് 5 ആണ്. 0 ഇൻറ്റു 5 പ്ലസ് റോയില് സെക്കൻഡ് നമ്പർ -1 ഇൻറ്റു ഇവിടെ കോളത്തിൽ സെക്കൻഡ് നമ്പർ എന്താണ്? 0 ആണ്. ഇനി ഔട്ട്പുട്ടിൽ സെക്കൻഡ് റോ എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം? ഇവിടെ സെക്കൻഡ് റോ വരുന്നത് 0 ഇൻറ്റു അവിടെ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലിമെൻറ്റ് 3 ആണ്, പ്ലസ് 2 ഇൻറ്റു 0 എന്ന് വരും. ഇനി ഈ ഒരു സൈഡിൽ വരുമ്പോൾ 0 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 0 എന്ന് വരും. ഈക്വൽ ടു എ ബി എന്ത് വരും? 0 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, -1 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. 0 ആയി. 0 ഇൻറ്റു 5 0 -1 0 ആയി. 0 0 0 0 ഇവിടെ 0 ആണ്. എൻ്റെ ടേം കംപ്ലീറ്റ് 0 ആണ്. ഈ മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം? ഈ മെട്രിക്സിന് എന്ത് പറയാം? നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്? 0 മെട്രിക്സ് ആണ് അല്ലേ. 0 മെട്രിക്സ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? O എന്നുള്ള ലെറ്റർ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എ ബി എന്നുള്ള മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്ത് വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ ക്വസ്റ്റ്യൻ 16. എ എന്നുള്ളൊരു 3/3 ഓർഡറുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതൊരു 3/3 ഓർഡറുള്ള മെട്രിക്സ് ആണ് അല്ലേ. ബി എന്നുള്ള എന്താണ്? ബി എന്നുള്ളത് ഒരു 3/2 ആണ്. കാരണം എന്താ? 3 റോ ഉണ്ട്, പക്ഷേ 2 കോളേ ഉള്ളൂ. ഇനി സി എടുക്കുകയാണെങ്കിലോ, സി എന്താണ്? 2/4 ആണ് അല്ലേ. അതായത് 2 റോ ആണ് വരുന്നത് അല്ലേ. ഇതിൽ 2 റോ അല്ലേ വരുന്നത്. എത്ര കോളുണ്ട്? 1 2 3 4 കോളുണ്ട്. അപ്പോൾ 2/4 മെട്രിക്സ് ആണ് സി എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് കാണണം? എ ഇൻറ്റു ബി സി, എ ബി ഇൻറ്റു സി. ഓക്കെ, ഇത് രണ്ടും കാണണം. എന്നിട്ട് ഷോ ചെയ്യണം എന്ത്? എ ബി ഇൻറ്റു സിയും എ ഇൻറ്റു ബി സിയും ഈക്വൽ ആണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്താണ് എ ഇൻറ്റു ബി സിയും എ ബി ഇൻറ്റു സിയും തമ്മിലുള്ള മാറ്റം? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ മാറ്റം. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ഇവിടെ ആരാ ആദ്യം വരുന്നത്? ബി സി ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ബി സി എന്നുള്ള 2 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്യും. ആ മെട്രിക്സും എ എന്നുള്ള മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴേ എന്താവുള്ളൂ? എ ഇൻറ്റു ബി സി ആവുള്ളൂ. ഇനി രണ്ടാമത്തെ കേസിൽ ആദ്യം നമ്മൾ എ ബി കാണും. എ എന്നുള്ള മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബി കിട്ടും. ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന ഔട്ട്പുട്ട് മെട്രിക്സിനെ സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
കിട്ടുന്നതാണ് നമുക്ക് എന്ത് എ ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ. അത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബി സി കാണണം അല്ലേ. ആദ്യം നമുക്ക് എന്ത് കാണണം, എ ഇൻറ്റു ബി സി കാണണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എ ഇൻറ്റു ബി സി കാണണം. എ ഇൻറ്റു ബി സിയിൽ നമുക്ക് ആദ്യം കാണേണ്ടത് ബി സി ആണ്. എന്താണ് ഇവിടെ ബി എന്നുള്ള മെട്രിക്സ്? ബി എന്നുള്ള മെട്രിക്സിന് ആദ്യം എഴുതി നോക്കുക. 1 3 ആണ്, 0 2 ആണ്, -1 4 ആണ്. ഇതാണ് ബി എന്നുള്ള മെട്രിക്സ്. ഇനി സി എന്നുള്ള മെട്രിക്സ് എന്താണ്? സി എന്നുള്ള മെട്രിക്സ് എന്താണ്? 1 2 2 0 3 -2 -4 1. ഇതാണ് സി എന്നുള്ള മെട്രിക്സ്. എന്താണ് രണ്ടിൻ്റെ ഓർഡർ എന്താണ്? ഇത് 3/2 ആണ് അല്ലേ, ഇത് 2/4 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പോസിബിൾ ആണോ? മൾട്ടിപ്ലിക്കേഷൻ ഈ രണ്ട് മെട്രിക്സിന്റെ കേസിൽ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. കാരണം എന്താ, ഈ രണ്ട് നമ്പർ എന്താണ്, ഇന്നർ സൈഡിൽ വരുന്ന രണ്ട് നമ്പർ എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പൊ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വരുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ് വരിക, ബാലൻസ് വരുന്ന ഇവിടെ ഔട്ടറിലും അവിടെ ഔട്ടറിലും വരുന്ന നമ്പർ, അതായത് 3/4 മെട്രിക്സ് ആണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചെയ്തു പോയിക്കൂടെ, ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ. അപ്പോൾ നമ്മളെ മുദ്രാവാക്യം മറക്കേണ്ട, റോ കോളം RC ബോയ്സ്. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സിൽ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് ആൾ, അതായത് 1 ഇൻറ്റു ഇവിടെ മെട്രിക്സിൽ രണ്ടാമത്തെ മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തിലുള്ള ആളാണ് 1 ആണ് അല്ലേ, പ്ലസ് അവിടെ ഫസ്റ്റ് റോയില് സെക്കൻഡ് എലിമെന്റ് 3 ഇൻറ്റു ഇവിടെ സെക്കൻഡ് ആള് ഈ കോളത്തിൽ രണ്ടാമത്തെ ആൾ ആരാണ്, 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2, ഇതാണ് ഫസ്റ്റ് ആൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ എലിമെന്റ് ആരെ വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റോയിൽ നമ്മൾ ഔട്ട്പുട്ട് മെട്രിക്സിൽ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലിമെന്റ് ആരെ വരിക, ഫസ്റ്റ് ഇവിടെ 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 0 എന്ന് വരും. ഇനി അടുത്ത ആൾ ആര് വരും, 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു -2 എന്ന് വരും. ഇനി അടുത്ത ആൾ ആര് വരും, 1 ഇൻറ്റു -4 പ്ലസ് 3 ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, ഇനി സെക്കൻഡ് റോ എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. അതായത് ഇനി നമ്മൾ സെക്കൻഡ് റോ ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് റോ ആയിട്ട് ഈ ഫസ്റ്റ് മെട്രിക്സിലെ റോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 2 ആണ് അല്ലേ. അപ്പുറത്തെ നമ്പേഴ്സിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ നമ്മൾ എഴുതിയ ആദ്യത്തെ റോയില് 1ൻ്റെയും 3ൻ്റെയും പകരം 1 വരുന്നിടത്ത് 0 കൊടുക്കുക, ഈ 1 വരുന്നിടത്ത് 0 കൊടുക്കുക, 3 വരുന്നിടത്ത് 2 കൊടുത്താൽ മതി. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി, വളരെ സിമ്പിളാണ്. അപ്പോൾ 1 വരുന്നിടത്ത് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറിൽ 1 വരുന്നിടത്ത് 0 കൊടുക്കുക, അപ്പോൾ 0 ഇൻറ്റു 1 പ്ലസ് 3 വരുന്നിടത്ത് ആരെ കൊടുക്കേണ്ടത്, 2 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റേഞ്ചും ഇതിനേക്കാൾ ട്രിക്കി ആയിട്ട് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിക്സും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, അതാണ് മാത്സ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് എലിമെന്റ് വേണ്ടി വരും. അപ്പോൾ 0 ഇൻറ്റു 2 പ്ലസ് 3ൻ്റെ പ്ലേസിൽ ആര് വരും, 2 ഇൻറ്റു 0 എന്ന് വരും. പിന്നെ 0 ഇൻറ്റു 3 പ്ലസ് 3ൻ്റെ പ്ലേസിൽ ആര് വരും, 2 ഇൻറ്റു ഇവിടെ 2 ആണ് അല്ലേ, -2 ആണ്. ഓക്കെ, ഇനി അടുത്ത ആര് വരും, 0 ഇൻറ്റു -4 പ്ലസ് 3ൻ്റെ പ്ലേസിൽ 2 ഇൻറ്റു 1 എന്ന് വരും. ഇനി അടുത്ത എലിമെന്റ് നമ്മൾ 0ക്കും 2ക്കും പകരം ആര് കൊടുക്കുക, 0ൻ്റെ പകരം -1 കൊടുക്കുക, 2ൻ്റെ പകരം 4 കൊടുക്കുക. അപ്പോൾ 0ൻ്റെ പകരം -1 കൊടുക്കുമ്പോൾ -1 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 2 എന്ന് വരും. -1 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 0 എന്ന് വരും. -1 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു -2 എന്ന് വരും. -1 ഇൻറ്റു -4 പ്ലസ് 4 ഇൻറ്റു 1. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാമല്ലോ. ബി സി എന്താണെന്നുള്ളത് നമുക്കവിടെ ഫോം ചെയ്ത് വരുന്നത് നോക്കാം. 1 ഇൻറ്റു 1 1 ആണ്, 3 ഇൻറ്റു 2 6 ആണ്, അപ്പോൾ 6 + 1 7 ആയി. 1 ഇൻറ്റു 2 2 ആണ്, 3 ഇൻറ്റു 0 0, അപ്പോൾ 2 ആയി. 3 ആണ്, 3 ഇൻറ്റു -2 പറഞ്ഞാൽ -6, അപ്പോൾ 3 - 6 എന്നുള്ളത് എന്ത് വരും, -3 എന്ന് വരും. മൂന്നാമത്തെ ആൾ -3 വരും. ഇനി 1 ഇൻറ്റു -4 -4 ആണ്, ഇവിടെ 1 ഇൻറ്റു 3, അപ്പോൾ -4 + 3 എന്ന് പറഞ്ഞാൽ ആരെ വരിക, -1 വരും. ഓക്കെ, ഇനി 0 ഇൻറ്റു 1 0 ആയി, 2 ഇൻറ്റു 2 4 ആയി, 0 0 അത് കംപ്ലീറ്റ് 0 ആയി. രണ്ടാമത്തെ ആൾ 0 ഇൻറ്റു 2 2 ഇൻറ്റു 0 എന്നുള്ളത് കംപ്ലീറ്റ് എന്താവും, 0 ആയിട്ട് വരും.
ഇനി അടുത്ത ആൾ 0 × 3 0 ആയി, -2 × 2 എന്ന് പറഞ്ഞാൽ -4 വരും. ഇനി 0 0 ആയി, 2 × 2 എന്നുള്ളത് 2 ആയിട്ട് വരും. -1ഉം 8ഉം 8 -1 എന്ന് പറഞ്ഞാൽ 7 വരും. -2 4 0 വരും, അപ്പോൾ -2 വരും. -3 -8 -11 വരും. രണ്ടും കൊണ്ട് പ്ലസ് ചെയ്യുക, മൈനസ് ഇടുക. ഇത് മൈനസും 4 ആവും. 4ഉം 4ഉം എത്ര ആവും? 8 ആവും. ഇതാണ് നമ്മളെ ബി സി എന്നുള്ള മെട്രിക്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, ബി സി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് നമുക്ക് എ ഇൻറ്റു ബി സി എന്താണെന്നുള്ളത് കാണണം അല്ലേ? എ ഇൻറ്റു ബി സി. വാട്ട് ഈസ് എ ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള മെട്രിക്സ് നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? നമുക്കറിയാം എ എന്നുള്ള മെട്രിക്സ് 1 1 -1 1 1 -1 ഉണ്ട്, 2 0 3 ഉണ്ട്, 3 -1 2 ഉണ്ട്. ഇനി ബി സി എന്താണെന്നുള്ളത് ഇവിടെ എഴുതാം. ബി സി ഒരു 3/4 മെട്രിക്സ് ആണ് അല്ലേ? 3/4, 3 റോസും 4 കോളും ഉള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ ആരൊക്കെയുണ്ട്? 7 2 -3 -1 ഉണ്ട്, 4 0 -4 2 ഉണ്ട്, 7 -2 -11 8 ഉണ്ട്. ഓക്കെ, ഇനി ഇതിനൊന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെ വരിക എന്നുള്ളത്, എങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇനി ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളതൊന്ന് നോക്കാം അല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റോ കോളം ബേസിലാണ് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് മെട്രിക്സിന്റെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിന്റെ കോളം അല്ലേ? അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെ? ആദ്യം നമുക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്താ? 3/3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്താ? 3 റോ 3/4 ആണ് അല്ലേ? അപ്പോൾ 3ഉം 3ഉം സെയിം ആയതുകൊണ്ട് പോസിബിൾ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ. ആൻഡ് ദ ഔട്ട്പുട്ട് മെട്രിക്സിന്റെ ഓർഡർ എന്താ? ഓർഡർ ഓഫ് ഔട്ട്പുട്ട് മെട്രിക്സ് ഈസ് 3/4. 3/4 മെട്രിക്സ് ആണ് വരിക അല്ലേ? 3 റോയും 4 കോളും ഉള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. അപ്പോൾ എന്തൊക്കെ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. അപ്പോൾ എന്ത് വരും? 1 × 7 പ്ലസ് ഫസ്റ്റ് റോയിൽ അടുത്ത ആൾ 1 × 4 എന്ന് വരും, പ്ലസ് -1 × 7 എന്ന് വരും. ഇതാണ് നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ആളാരെങ്ങനെ വരിക? കുറച്ചുകൂടി സ്ഥലം വേണ്ടി വരും അല്ലേ? നോക്കാം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ അതായത് 1 × 2 പ്ലസ് 1 × 0 മൈനസ് പ്ലസ് -1 × ആര് വരും? 2 വന്നു, 0 വന്നു, ഇനി അടുത്ത് -2 വരും. ഓക്കെ, ഇത് നമുക്കൊന്ന് താഴേക്ക് എഴുതാം. അതാവും ഒന്നും കൂടി ഒന്ന് വൃത്തിയിൽ നമുക്ക് എഴുതാം. ഇവിടെ ഒരുപാട് സ്ഥലം ആവശ്യമാണ് അല്ലേ? ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ആരും എഴുതാതെ പോകരുത്. കാരണം നമ്മളൊക്കെ എല്ലാവരുടെ അടുത്തും മിസ്റ്റേക്ക് വരുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ അല്ലേ? പ്ലസും മൈനസും, അല്ലെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് നമുക്ക് എഴുതി പോകാമെന്ന് വിചാരിച്ചിട്ട് ആരും മൾട്ടിപ്ലൈ ചെയ്ത് പോകരുത് ദയവ് ചെയ്ത്. എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും എല്ലാവരും എഴുതണം കേട്ടോ. ഓക്കെ, നമുക്ക് തന്നെ ഇത് ചെയ്ത് വരുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം. നമുക്ക് വരാനുള്ളത് ഒരു 3/4 മെട്രിക്സ് ആണ്. അപ്പോൾ 3/4 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 കോളും 3 റോസും 4 കോളും ഉണ്ട്. അപ്പം 4 കോളത്തിനുള്ള ഒരു സ്പേസ് ഏകദേശം നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, കോളത്തിൽ ഫസ്റ്റ് ആൾ 7 ആണ്. ഫസ്റ്റ് റോയിൽ പ്ലസ് അടുത്ത ആൾ 1 × 4 പ്ലസ് -1 × 7 വരും അല്ലേ? അടുത്ത ആൾ 1 × 2 വരും, പ്ലസ് 1 × 0 വരും, പ്ലസ് -1 × -2 എന്ന് വരും. ഇനി അടുത്ത ആൾ 1 × -3 എന്ന് വരും, പ്ലസ് 1 × -4 എന്ന് വരും, പ്ലസ് -1 × -11 എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് ആൾ ആരെ വരിക? 1 × -1 എന്ന് വരും, പ്ലസ് 1 × 2 എന്ന് വരും, പ്ലസ് -1 × 8 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് റോയില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1ഉം -1ന് പകരം 2 0 3 എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. 2 7 പ്ലസ് 0 × 4 പ്ലസ് 3 × 7 ആവും. 2 × 2 പ്ലസ് 0 × 0 പ്ലസ് 3 × -2 എന്നാവും. 2 × -3 പ്ലസ്
2 0 ആണ്. 0 ഇൻറ്റു -4 പ്ലസ് 3 ഇൻറ്റു -11. 2 ഇൻറ്റു 2 0 3. 2 ഇൻറ്റു -1 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 8 എന്ന് വരും. ഇനി 203ക്ക് പകരം അടുത്ത റോ നമുക്ക് ആരെ കൊടുക്കാം? 3 -1 2 എന്നുള്ള 3 ആളുകളെ കൊടുക്കാം. അപ്പം എന്ത് വരും? 3 ഇൻറ്റു 7 പ്ലസ് -1 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 7. 3 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു 4 സോറി -1 ഇൻറ്റു 0 ആണല്ലേ. -1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു -2 എന്ന് വരും. ഇനി 3 ഇൻറ്റു -3 പ്ലസ് -1 ഇൻറ്റു -4 പ്ലസ് 2 ഇൻറ്റു -11 എന്ന് വരും. 3 ഇൻറ്റു -1 പ്ലസ് -1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 8 എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെട്രിക്സ്. ഇനി ഇതിനൊന്ന് ചെയ്ത് നോക്കാം, എന്താണ് വരിക എന്നുള്ളത് നോക്കാം. 7 4 ഇവിടെ -7 വരും അല്ലേ. അപ്പോൾ 7 രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 4 മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ടേം 0 ആയി. -1 -2 എന്തായി? 2 ആയി. അപ്പോൾ 2 എന്തായി? അതും 4 ആയി. ഇനി ഇവിടെ -3 ഉണ്ട്, ഒരു -4 ഉണ്ട്, ഒരു 11 ഉണ്ട്. ഓക്കെ, -3 -4 എന്ന് പറഞ്ഞാൽ -7 ആയി. -7 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ എന്തായി? 3 ആയി. ഓക്കെ, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. -3 എവിടെ ആയിരിക്കും വരുന്നത്? -3 -4 പ്ലസ് 11 വരും. -3 -4 എന്ന് പറഞ്ഞാൽ -7 വരും. -7 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4 ആണ് വരിക അല്ലേ. പ്ലസ് 4 വരും. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് വരിക? 4 എന്നുള്ള ആൾ വരിക. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ആൾ -1 വരും, -1 വരും, 2 വരും, -8 വരും. അപ്പോൾ ആരൊക്കെ വരും? -9 പ്ലസ് 2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 7 അല്ലേ. -7 എന്ന് വരും. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലുള്ളത് സിമിലർലി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 14 14 21 35 വരും. ഓക്കെ, 2 ഇൻറ്റു 2 4 -6 -6ഉം 4 എന്ന് പറയുമ്പോൾ -2 വരും. ഇനി 2 ഇൻറ്റു -3 -6, രണ്ടാമത്തെ നമ്മൾ 0 ആയി, -33 ആയി. അപ്പോൾ രണ്ടും പ്ലസ് ചെയ്യുക. 33ഉം 6ഉം 39 മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് 2 ഇൻറ്റു -1 -2, രണ്ടാമത്തെ ടേം 0 ആയി. 3 ഇൻറ്റു 8 24 ആയി. അപ്പോൾ 24ന്ന് 2 ഇതായി കഴിഞ്ഞാൽ പ്ലസ് 22 ആയി. ലാസ്റ്റ് ടേം 21ഉം 14ഉം -4ഉം. 14ന്ന് 21 ഇതായി കഴിഞ്ഞാൽ പ്ലസ് ആയി കഴിഞ്ഞാൽ 31 ആയി. ഓക്കെ, 31. ഇനി 3 ഇൻറ്റു 2 6 ആണ്. രണ്ടാമത്തെ ടേം പോയി -4, അപ്പോൾ എന്ത് വരും? 2 വരും. 3 ഇൻറ്റു 3 -6 വരും, 4 വരും, പ്ലസ് 4 വരും. -6 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ -2 വരും. -2 പ്ലസ് -2 മൈനസ് 22 എന്ന് പറഞ്ഞാൽ, ഓക്കെ ഒരു മിനിറ്റ്, 3 ഇൻറ്റു 3 -9 വരും. -9 പ്ലസ് 4 -22 വരും. ഓക്കെ, -22 -9 4 പോയി കഴിഞ്ഞാൽ -5 -22 ആയി, -27 ആവും അല്ലേ. -27 വരും. ഓക്കെ, ഹിയർ -27. ഇനി ലാസ്റ്റ് ടേം 3 -1 വരും. 3 -1 -3 ആയി, -2 ആയി. അപ്പോൾ -5 ആയി. 10 -3 -2 പ്ലസ് 16 അല്ലേ. 16 പറയുമ്പോൾ -5, അപ്പോൾ 11 വരും. ഓക്കെ,
11 ആണ് ഇവിടെ വരിക. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ ഒരു മെട്രിക്സ് ആണ് നമുക്ക് എ ഇൻറ്റു ബി സി ചെയ്തപ്പോൾ കിട്ടിയത്. എ ഇൻറ്റു ബി സി എന്നുള്ള ഫോമിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് എന്താ കാണാനുള്ളത്, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ ബി ഇൻറ്റു സി ആണ് ഇനി അടുത്ത് കാണാനുള്ളത്. അതിന് നമുക്ക് ആദ്യം എന്ത് കാണണം, നമുക്ക് അടുത്ത് കാണാനുള്ളത് എ ബി ഇൻറ്റു സി ആണ്. ഓക്കെ, എ ബിനെ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെ കണ്ടിട്ട് ആൻഡ് സി ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എ ബി എന്താണെന്നുള്ളത് കാണണം. ഹിയർ എ ബി ഈക്വൽ ടു എൻ്റെ മെട്രിക്സ് എന്താ വരുന്നത്, 1 1 1 മൈനസ് 1 2 0 3. ഓക്കെ, നോക്കാം. എൻ്റെ മെട്രിക്സ് ആദ്യം എന്താ വരുന്നത് എന്നുള്ളത് ഇവിടെ എഴുതുക. 1 1 മൈനസ് 1 2 0 3 3 മൈനസ് 1 2 ആണ് എ എന്നുള്ള മെട്രിക്സ്. ബി എന്നുള്ള മെട്രിക്സ് എന്താണ്, 1 0 മൈനസ് 1 ആണ് 3 2 4 ആണ് അല്ലേ. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് ഈ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ? ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്കറിയാം 3/3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് ബി എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇന്നർ സൈഡിലുള്ള നമ്പർ സെയിം ആയതുകൊണ്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. നമ്മൾ ഔട്ട്പുട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താ വരിക, 3/2 ഓർഡറുള്ള മെട്രിക്സ് ആണ് വരിക. അതായത് 3 റോസും ഉണ്ടാവും 2 കോളംസും ഉണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് പറഞ്ഞാൽ 1 × 1 പ്ലസ് 1 × 0 പ്ലസ് -1 × -1. ഇനി സെക്കൻഡ് എലമെൻറ്റ് 1 × 1 അല്ല 3 ആണ്. സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് എലമെൻറ്റ് 3 അല്ലേ. 1 × 3 പ്ലസ് 1 × 2 പ്ലസ് -1 × 4 വരും. ഇനി അടുത്ത ആൾ 2 × 1 പ്ലസ് 0 × 0 പ്ലസ് 3 × -1 വരും. ഇവിടെ അടുത്ത ആൾ വരിക 2 × 3 പ്ലസ് 0 × 2 പ്ലസ് 3 × 4 വരും. ഇവിടെ അടുത്ത ആൾ വരിക 3 × 1 പ്ലസ് -1 × 0 പ്ലസ് 2 × -1 വരും. ഇവിടെ അടുത്ത ആൾ 3 × 3 പ്ലസ് -1 × 2 പ്ലസ് 2 × 4 വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, എ ബിൻ്റെ ഫോം എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. 1 × 1 0 ആയി, -1 1 ആയി, 1 + 1 2 ആയി. ഇനി അടുത്ത ടേം 1 × 3 1 × 2 3 + 2 5 ആയി, -4 ആയി. അപ്പോൾ അവിടെ -4 5 - 4 പറഞ്ഞാൽ 1 വരും. ഓക്കെ, ഇനി ഇവിടെ 2 രണ്ടാമത്തെ ടേം 0 ആയി, -3 വരും. 2 - 3 എന്ന് പറഞ്ഞാൽ -1 വരും. അടുത്ത ആൾ 6 ആയി, 3 × 2 6 ആയി. സെക്കൻഡ് ടേം 0 ആയി, 12 ആയി, 12 ആയി. അപ്പോൾ 12ഉം 6ഉം 18 ആയി. 3 × 1 3 ആണ്, -1 0 ആയി, 2 -2 ആയി. അപ്പോൾ 3 - 2 എന്ന് പറഞ്ഞാൽ 3 - 2 1 ആണ്. 3 × 3 9 ആണ്, -2 ഉണ്ട്. 9 - 2 എന്ന് പറയുമ്പോൾ 7 ആയി, 7 8 7 + 8 പറഞ്ഞാൽ 15 ആയി. ഇതാണ് നമുക്ക് എ ബി എന്നുള്ള മെട്രിക്സ് ഫോം ചെയ്ത് വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എ ബി × സി ചെയ്യണം അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, എ ബി എന്നുള്ളൊരു മെട്രിക്സ് നമുക്ക് കിട്ടി, അത് ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സിയുമായിട്ട്. അപ്പോൾ അവിടെ എ ബി എന്താ 21 -1 18 ആണ്, 1 15 ആണ്. ഇതാണ് എ ബി വരുന്നത് അല്ലേ. ഇനി സി വരുന്നത് എന്താണ്, സി നമുക്കൊരു 2/4 മെട്രിക്സ് ആണ് അല്ലേ. രണ്ട് റോസും 4 കോളംസും ഉള്ള മെട്രിക്സ് ആണ്. 1 2 3 -4 ആണ് ഫസ്റ്റ് റോ. 2 0 -2 -1 അല്ല 1 ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന അതേ മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ എന്താണ്, 3/2 ആണ് അല്ലേ. ഇതിൻ്റെ ഓർഡർ എന്താണ്, 2/4 ആണ്. അപ്പോൾ 2 എന്താണ് സെയിം ആയതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് മെട്രിക്സ് എന്താ വരിക, 3/4 ആണ് വരിക. 3 റോസ് 4 കോളംസ് ഉണ്ടാവും. 4 കോളംസ് ഉണ്ടാകുമ്പോൾ വലിയ മെട്രിക്സ് ആണ് വരിക. നമുക്ക് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 3/4. അപ്പോൾ ഫസ്റ്റ് ഇതെങ്ങനെ വരും, ഫസ്റ്റ് നമ്പർ 2 × 1 പ്ലസ് 1 × 2 എന്ന് വരും. 2 × 2 പ്ലസ് 1 × 0 വരും. 2 × 3 പ്ലസ് 1 × -2 എന്ന് വരും. 2 × -4 പ്ലസ് 1 × 1 എന്ന് വരും. ഓക്കെ, സെക്കൻഡ് റോ എങ്ങനെ വരും, -1 × 1 പ്ലസ്
18 ഇൻറ്റു 2 എന്ന് വരും. -1 ഇൻറ്റു 2 പ്ലസ് 18 ഇൻറ്റു 0 എന്ന് വരും. -1 ഇൻറ്റു 3 പ്ലസ് 18 ഇൻറ്റു -2 എന്ന് വരും. -1 ഇൻറ്റു -4 പ്ലസ് 18 ഇൻറ്റു 1 എന്ന് വരും. ഇനി -1 18 പ്ലേസിൽ ആര് വരും? 1 5 15 വരും. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 15 ഇൻറ്റു 2 എന്ന് വരും. 1 ഇൻറ്റു 2 പ്ലസ് 15 ഇൻറ്റു 0 എന്ന് വരും. 1 ഇൻറ്റു 3 പ്ലസ് 15 ഇൻറ്റു -2 എന്ന് വരും. 1 ഇൻറ്റു -4 പ്ലസ് 15 ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് മാട്രിക്സ് ആയിട്ടുള്ള 3/4 ആണ് നമ്മളിവിടെ ഫോം ചെയ്ത് വന്നത്. ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ത് വരും? 4 വരും. ഓക്കെ, ആദ്യത്തെ എലമെൻറ്റ് 4 വരും. 2 ഇൻറ്റു 2 4 ആണ്. സെക്കൻഡ് എലമെൻറ്റ് 0. 6 -2 എന്ന് പറയുമ്പോൾ 4 ആണ്. ഇനി -8 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -7 വരും. ഇവിടെ 18 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 36 എന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ 35 വരും. ഇനി അടുത്തത് -2 എന്ന് വരും. ഓക്കെ, 18 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -36ഉം -3യും -36ഉം -3 എന്ന് പറയുമ്പോൾ -39 വരും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -4ഉം 18 വരും. 18 പ്ലസ് 4 എന്ന് വരും. അപ്പോൾ 22 വരും. ലാസ്റ്റ് റോ വരുന്നത് 1 ഇൻറ്റു 1 1, 15 ഇൻറ്റു 2 30 പ്ലസ് 1 31 വരും. 1 ഇൻറ്റു 2 2 വരും. സെക്കൻഡ് ടേം എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ 2 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 ഇൻറ്റു 3 15 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -30 30 -3 എന്ന് പറഞ്ഞാൽ 30 ആണ് അവിടെ മൈനസ്. അപ്പോൾ -27 വരും. 1 ഇൻറ്റു -4ഉം 15ഉം -4ഉം 15 എന്ന് പറഞ്ഞാൽ 11 വരും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ എന്ത് കിട്ടിയത്? AB ഇൻറ്റു C എന്നുള്ളത് കിട്ടിയത്. ഓക്കെ, 4 4 -7 35 -2 -39 22 31 2 ഇനി നമുക്കിവിടെ കിട്ടിയ ആദ്യം നമുക്ക് കിട്ടി A ഇൻറ്റു BC അല്ലേ? നമുക്കിവിടെ ആദ്യം കിട്ടിയിട്ടുണ്ട് A ഇൻറ്റു BC എന്താണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആളെ നമുക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളതൊന്ന് നോക്കാം അല്ലേ? ഈക്വൽ ആണോ എന്നുള്ളത് നോക്കാം. ഇവിടെ എന്താണ്? 4 4 4 -7 ആണ്. 35 31 സെയിം ആയിട്ടാണ് നമുക്ക് A ഇൻറ്റു ബി സിയും AB ഇൻറ്റു സിയും നമുക്കിവിടെ എന്താണ്? സെയിം ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? നമ്മളോട് ചോദിച്ചത് therefore AB ഇൻറ്റു സി ആണ് അല്ലേ? AB ബ്രാക്കറ്റിൽ പുറത്ത് C ഈക്വൽ ആണ് ഇതിന് A ഇൻറ്റു BCക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം.